നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ സംസാരിച്ചത് അല്ലെ? ഈ മജ്‌ലിസിൽ വെച്ച് പലർക്കും ഈ മജ്‌ലിസ് എന്താണ് മറ്റാന്ന് മനസ്സിലായിട്ടില്ല. കൂട്ടരെ, ഈ മജ്‌ലിസിന് സംഘടനയായിട്ടൊരു ബന്ധവുമില്ല, KNM-ഉമായിട്ടും ബന്ധമില്ല, മറ്റുള്ള ഒന്നുമായിട്ടും ബന്ധമില്ല. ഇത് ചുഴലി അബ്ദുള്ള മൗലവിക്കും മക്കൾക്കും കൂടാനുള്ള വീടാണിത്. ആ വീട്ടില് ചുഴലിക്കും മക്കൾക്കും നിസ്കരിക്കാനുള്ള സ്ഥലമാണിത്. ചുഴലിക്ക് 10 മക്കള്, 5 പെമ്മക്കള്, 15. ഇപ്പം ചുരുങ്ങിയത് 52 പേരക്കുട്ടികളുണ്ട് ചുഴലിക്ക്. ഈ 52 പേരക്കുട്ടികൾക്കും കൂടി ഒരുമിച്ച് കൂടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണിത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കൊരു സഹോദരൻ ഫ്രീ ആയിട്ട് ഈ സ്ഥലം തന്നത്. നാളെ ആഖിറത്തിൽ അല്ലാഹു വലിയ വലിയ കൂലി കൊടുക്കട്ടെ. എന്തുകൊണ്ട്? ഉപ്പാക്കും മക്കളും ഇവിടെ നടക്കുന്ന കാലത്തോളം പ്രതിഫലം ആ ഉപ്പാക്ക് കിട്ടുമെന്ന് എനിക്ക് തന്ന സഹോദരന്റെ ബാപ്പ ആലിമാൻ, ഇന്ന് ബർസഖില. ഇതിന്റെ രസമൊക്കെ അന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ അവിടുന്ന്. ഇത് വിശ്വസിക്കുന്നിടത്തിനാണ് ഞാൻ. അങ്ങനെ ആ സഹോദരൻ എനിക്ക് സ്ഥലം തന്നു. ഞാൻ ഉണ്ടാക്കിയ വീടാണിത്, എന്റെ വീടാണിത്. ഇത് നാട്ടുകാർക്കുള്ള പള്ളിയല്ല. കാരണം എന്റെ മക്കളും പേരക്കുട്ടികൾ ഇപ്പം തന്നെ 54ഓളം വരുന്ന പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ 32, 34 ആൺകുട്ടികളാണ്. അതിൽ 6 ആഫിലീങ്ങളായി, ബാക്കി 8-10 ആഫിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനും എന്റെ മക്കളും പേരക്കുട്ടികളും കൂടിയാൽ തന്നെ സ്ഥലം വേറെ നോക്കേണ്ടി വരും. നിങ്ങൾ എന്താണ് ഇത് മനസ്സിലാക്കി ഗൗരവം മനസ്സിലാക്കാത്തത്? തത്തുല്യം മറ്റങ്ങൾക്ക് ലോകത്ത് വേറൊന്നും കാണാൻ കഴിയില്ല, കേരളത്തിൽ നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നിട്ട് കാര്യമില്ല. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണിത്. എന്റെ മക്കൾ ആഴ്ചക്ക് ഒരുമിച്ച് കൂടുന്നു വെള്ളിയാഴ്ച. ഒപ്പം എന്റെ അടുത്ത കൂട്ടുകാര്, എന്റെ സ്നേഹിതന്മാർ, എന്നോട് ഇഷ്ടമുള്ളവർ മാത്രം. ആരെയും ക്ഷണിച്ചിട്ട് വരുന്നതല്ല. എന്റെ മക്കളോട് ഇഷ്ടമുള്ളവർ വരും അള്ളാഹുവിനെ കേൾക്കാൻ, വഹദാനിയത്ത് കേൾക്കാൻ, തൗഹീദ് കേൾക്കാൻ. ആരെയും ക്ഷണിച്ചിട്ടില്ല ഇന്നവരെ ഇങ്ങോട്ട് വരാൻ. അള്ളാഹിന് ഇഷ്ടമുള്ളവർ, അള്ളാഹിന് ഇഷ്ടമുള്ളവർ, അള്ളാഹിനെ പറ്റി കേൾക്കൽ രസമായി തോന്നുന്നവർ, അതൊരു ഹരമായി തോന്നുന്നവർ, അവർ മാത്രമാണ് വരുന്നത്. ഇവിടെ വെച്ചിട്ട് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന നസീഹത്താണ്. അതാണ് കഴിഞ്ഞ ആഴ്ചയുള്ള നസീഹത്ത്. ഇന്ന് ലോകം മുഴുവൻ നടന്നാൽ അത് KNM-ന്റെ സ്റ്റേജിൽ പ്രസംഗിച്ച വയലൊന്നും അല്ല അത്. നിങ്ങൾ എന്തിനാണ് KNM-നെ ദ്രോഹിക്കാൻ നിൽക്കുന്നത്? ഞാനും KNM-ഉം തമ്മിൽ എന്ത് ബന്ധമാണ്? ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ഇന്നവരെ ഒന്നിലും. ഞാൻ ഇവിടുത്തെ ഒരു സംഘടനയിലും, എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഞാൻ എല്ലാവരും അവരുടെ ആവശ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഞാൻ 1977 40-50 കൊല്ലം മുമ്പ് ഞാൻ ഖത്തീബായിരിക്കുന്ന കാലം മുതലേ ഞാൻ ഖുത്ബ പരിഭാഷ നടത്തുന്ന ഒരുത്തനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് എന്റെ പേരിൽ വേറൊരു സംഘടനയും മറ്റൊക്കെ ബന്ധിപ്പിച്ചിട്ട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നത്? അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവരെല്ലാം ഏതോ ഗുഹയിൽ ഇരുന്നിട്ട് എന്തിനാണ് ഈ ഫസാദ് ഉണ്ടാക്കുന്നത്? ഞാൻ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയോ ഇന്ന് വരെ ഞാൻ സമസ്ത എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ. 3 കൊല്ലയില് ഞാൻ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്, 55 കൊല്ലയില് ഞാൻ വയലോറയാൻ തുടങ്ങിയിട്ട്, ഞാൻ ഇന്നുവരെ സമസ്ത എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇന്നുവരെ ഇവിടുത്തെ സംഘടനന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഏതെങ്കിലും സ്റ്റേജിൽ KNM എന്നോ എന്റെ പൊതുവയലില്, എന്റെ പൊതു നസീഹത്തില്, അല്ലെങ്കിൽ എന്റെ ഖുതുബയില് വേറെ ഏതെങ്കിലും സംഘടനന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ആരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇവിടെ പല കറവ പശുക്കളെയും കറന്നിട്ട് ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല. എല്ലാരും ഒരേ ഗണത്തിലാണ് കൂട്ടുക. 55 കൊല്ലമായില്ലേ ഞാൻ ജനങ്ങളോട് അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴല്ലേ ചാനലുകാർ വന്നത്. ചാനലുകാർക്ക് എന്തറിയാം? 55 കൊല്ലമായി ജനം എന്റെ നസീഹത്ത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അന്ന് പറഞ്ഞു തന്നെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ വിഷയം എന്താ? ഞാൻ ഏതെങ്കിലും ഇന്ന സംഘടന തുടരാൻ പാടില്ല, ഇന്ന സംഘടന കാഫറാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന വ്യക്തി കാഫറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന പ്രസ്ഥാനം കാഫറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന നാട്ടിന്റെ ഒരു മഹല്ലത്തിന്റെ പേര് പറഞ്ഞിട്ട് മഹല്ലത്തിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഇന്ന മുസ്ലിയാരെ തുടരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ആരുടെയെങ്കിലും പേര്, ഏതെങ്കിലും സംഘടനന്റെ പേര് ഞാൻ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നോ? 1 മണിക്കൂറും 25 മിനിറ്റും കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത നസീഹത്തില് 2 മിനിറ്റ് നേരത്തെ അവലും ആഗ്രഹം ഇല്ലാതെ എടുത്തിട്ട് ഇവിടുത്തെ ചാനലുകാര്, അത് കുഫറിന്റെ അഹലുകാരുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, ഇതൊന്നും എന്താന്ന് തിരിയാത്ത ആൾക്കാരുണ്ട്. അവർ കൊണ്ടുവന്ന വിഷയം വെച്ചുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാനുണ്ടായ കാരണം എന്താ? എനിക്കതിലൊന്നും വിഷയമില്ല. അത് ഇവിടെ ഒരു സംഘടന തിന്മയാണെന്നും പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ കുളത്തിലിറക്കി ഏതോ ഗുഹയിൽ പോയിട്ടിരിക്കുന്ന ഒരുത്തൻ ചുഴലി മുസ്ലിയാര് ഈ പറഞ്ഞത് കുഫറാണ്, ഞാൻ പറഞ്ഞത് കുഫറാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു മാന്യതയില്ലേ? എന്നെ വിളിക്കാമായിരുന്നില്ലേ? എന്റെ വാക്ക് ഇങ്ങനെ കളിക്കുമ്പം എന്റെ അടുത്ത കൂട്ടുകാരല്ലേ അവരൊക്കെ?
അവർക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ കൂട്ടുകാരനല്ലേ? എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്തും തഹക്കിക്കുക. ഈ പറയുന്ന സംഘടനയില്ല സംഘടനക്കാര് പിന്നെ അവരുടെ ഉസൂൽ അനുസരിച്ച് വലിയ വലിയ, അതായത് അവർ മാത്രമാണ് ലോകത്തെ ആലിമ്, വേറെ ആരും ആലിമല്ല, അവർ പറയുന്നത് എല്ലാവരും കേൾക്കാൻ പാടുള്ളൂ, മറ്റുള്ളവന് ഇൽമല്ല എന്ന് ഒരു ഗുഹയിൽ ഇരുന്നിട്ട് പറയുമ്പോ എന്നെ വിളിക്കാൻ അനുയായികളെ കൊണ്ട് മുരീദന്മാരുണ്ടല്ലോ കുറെ, അന്ധമായി അംഗീകരിക്കുന്ന തെരീഖത്തിന്റെ മുരീദന്മാരുണ്ടല്ലോ കുറെ, എന്റെ കൂട്ടുകാര്. അവരെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റില്ല ഞാൻ എന്താണ് പറഞ്ഞത്, ആ പ്രസംഗം ഒന്ന് മുഴുവൻ അയച്ചു തരാൻ പറ്റുമോ, അതിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ, ഞാൻ തിരുത്തി തരില്ലേ? ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ പറയുമല്ലോ, തെറ്റാണ് ഞാൻ തിരുത്തുകയും ചെയ്യുമല്ലോ. എന്നോടൊരു വാക്ക് പോലും പറയാതെ സൊയ്ലി മുസ്ലിയാർ കാഫറാക്കി എല്ലാവരെയും. നിങ്ങൾ ഈ വെറും ചാനലിൽ വന്ന കളവെടുത്ത് തിരിച്ചിട്ട് നിങ്ങൾ ഏത് ഉസൂൽ അനുസരിച്ചാണ് അത് എന്നെ കൈകാര്യം ചെയ്തത്? നിങ്ങൾ പറയുന്നത് മന്നജു സലഫി മന്നജ് നിങ്ങൾക്കേ അറിയുള്ളൂ എന്ന്. സംഘടന തിരുമ്മിയാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കൂടാരത്തിൽ കൂടിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരാളുണ്ട്. അയാൾ പറഞ്ഞത് എന്താണ്? മന്നജു സലഫ് അനുസരിച്ച് ഉസൂൽ അനുസരിച്ചാ പറയാൻ പറഞ്ഞു. നിങ്ങൾ ഉസൂൽ അനുസരിച്ചാണോ ഈ കാര്യം ചെയ്തിരിക്കുന്നത്? നിങ്ങളെ പരസ്യമായിട്ട് എന്നെ ആക്ഷേപിച്ചതും എന്നെ പരസ്യമായിട്ട് നിങ്ങൾ വീഴില്ലാത്തവനാണ്, വിഡ്ഢിയാണ്, മറ്റവനാണ്, മറിച്ചത് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? ഞാൻ നിങ്ങളായിട്ട് ബന്ധമുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? അലീസബേനെ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ ഉസൂൽ അനുസരിച്ചാണോ എന്നെ വിഡ്ഢിയാക്കിയത്? ആരോ പറയുന്ന കേട്ട് കളവ് വെച്ചിട്ടല്ലേ നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കിയത്? നിങ്ങൾക്കും ഹുജ്ജത്ത് ഹാജരാക്കണ്ടായിരുന്നു. നിങ്ങൾ അവിടെ ഹുജ്ജത്ത് ബാധകമല്ല. എന്നെ വിഡ്ഢിയാക്കുമ്പോൾ അതിൽ ഹുജ്ജത്ത് ഹാജരാക്കണ്ടേ, തെളിവ് ഹാജരാക്കണ്ടേ? നിങ്ങൾ പറയുന്ന എന്താണ്? ഒരാളെ കാഫറാക്കണമെങ്കിൽ ഹുജ്ജത്ത് കൊടുക്കണം, മറ്റത് കൊടുക്കണം, മറിച്ചത് കൊടുക്കണമെന്നില്ലേ? അതേപോലെ തന്നെ എന്നെ പറ്റി പറയുമ്പോഴും അതേ ഹുജ്ജത്ത് ബാധകല്ലേ നിങ്ങൾ ഉസൂൽ? അവിടെ എത്തുമ്പോൾ ഉസൂല് നിങ്ങൾക്ക് ഏതോ പ്രസ്ഥാനത്തോട് കൃത്യമായ ദേഷ്യവും വെറുപ്പുമുണ്ട്. അവരുമായിട്ട് ആ വെറുപ്പ് തീർക്കാൻ നിങ്ങൾ എന്നെ ഉപയോഗിക്കുകയാണ്. എനിക്ക് നല്ല ബോധ്യം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ബസിൽ മുസ്തഫയ്ക്ക് എന്നെ നന്നായിട്ട് അറിയില്ലേ? ബസിൽ മുസ്തഫ എന്നെ വിളിക്കാറുമില്ലേ? ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു സ്റ്റേജിൽ വെച്ച് KNMന്റെ സഹയാത്രികനായ ഒരു മുസ്ലിയാർ വിഡ്ഢിത്തം പറഞ്ഞു. ബസിൽ മുസ്ലിയാർ നിങ്ങൾക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ മൗലവി സാഹിബേ? നമ്മൾ പഴയ പരിചയം വെച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടല്ലോ, ശരിയാണോ? ഞാൻ തിരുത്തി കൊടുക്കൂലേ? ഞാൻ പറഞ്ഞത് പറഞ്ഞ പോലെ പറയില്ലേ? എന്നോട് ചോദിച്ചിട്ടാണോ ഫത്വ ഇറക്കിയത്? ഈ പറഞ്ഞവരാരെങ്കിലും ഈ ഒരാഴ്ചക്കുള്ള എന്നെ വിളിച്ചോ? ഈ ചാനലുകാരെങ്കിലും വിളിച്ചോ? ആരോ തട്ടിവിട്ട കളവ് വെച്ചുകൊണ്ട് വാക്കിനെ ആ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഇതാക്കി. ഞാൻ ഏത് മഹല്ലിനെയാണ് ഞാൻ കാഫറാക്കിയത്? ഏത് മഹല്ലിനെയാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഷീയ്യത്തല്ലേ എന്റെ ചർച്ച. ആ ഷീയ്യത്തിൽ പിന്നെ ഷിയാക്കളുടെ ആദ്യത്തെ കുത്തുബിയത്തായ യാ ഇമാം യാ അലി കുത്തുബിയത്ത്, അതെന്താ ഇപ്പൊ നടപ്പിലില്ലാത്തത്? അത് ശിർക്കിന്റെയും കുഫ്രിന്റെയും ഏർപ്പാടായതുകൊണ്ടല്ലേ തള്ളിയത്? പിന്നെ യാ ഹുസൈൻ യാ ഹസൻ കുത്തുബിയത്ത്, അതും കുത്തുബിയത്തായിട്ട് നിലനിന്നിരുന്നില്ലേ? 200 കൊല്ലത്തിന് ഇപ്പുറത്തല്ലേ യാ ഗൗസ് യാ മൊഹീദ്ദീൻ കുത്തുബിയത്ത് വരാൻ തുടങ്ങിയത്? ഈ കുത്തുബിയത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഉസൂൽ അനുസരിച്ച് അത് കുത്തുബിയത്ത് കഴിക്കുന്ന ആളെ മനസ്സിലെന്താന്ന് അറിയണം. എന്റെ മനസ്സിലെന്താന്ന് നിങ്ങൾ പറയണ്ടേ? കുത്തുബിയത്ത് കഴിക്കുന്ന ആള് എന്ത് ചിന്തയിലാന്ന് പറയണം. ആ ചിന്ത എനിക്കെന്ത് നിങ്ങൾ അറിയണ്ടേ? എന്റെ ചിന്ത എന്താന്ന് അറിയണ്ടേ? അങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്നെ പറ്റി പറയുന്ന അതിരുമ്പാന്റെ ബാധകം. നിങ്ങൾ പറഞ്ഞെന്താ? അത് കുത്തുബിയത്ത് കഴിക്കുന്ന ആളെ മനസ്സ് നമ്മൾ അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മുശ്രിക്കാക്കുക? എന്റെ മനസ്സ് നിങ്ങൾക്ക് അറിയില്ലല്ലോ, പിന്നെ എന്നെ കാഫറാക്കൽ എങ്ങനെ? കാഫിറിലല്ലാത്തൊരുത്തന്നെ കാഫിറാക്കിയ ഓനും കാഫിറെന്ന് എന്നെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഉജ്ജത്ത് പറയാൻ തെളിവുണ്ടേ? എന്റെ ഉള്ളത് നിങ്ങൾക്കറിയോ? അതിന്റെ കൈഫിയത്ത് ഒരത്തും പറഞ്ഞത് കൈഫിയത്താണ്. ആ കൈഫിയത്ത് ഈ എന്റെ കാര്യത്തിലും ബാധകല്ലേ? നിങ്ങൾ പഠിപ്പിച്ചത് തന്നെയല്ലേ ഷിർക്കിന്റെ കാര്യത്തിലും കുഫറിന്റെ കാര്യത്തിലും മൊത്തത്തിൽ കൈഫിയത്തിന് ചിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ എല്ലാവരോടും നിങ്ങൾ ഖാദിയാനികളെ കാഫിറാക്കിയത് എന്തിനാ? ഈ പറയുന്ന സയൻസ് റസൂലുള്ളക്കാരും അതേപോലെ തന്നെ സലഫിയത്തിൽ നുഴഞ്ഞു കയറിയ ഷിയാക്കളും അതേപോലെ തന്നെ ഇവിടുത്തെ പാരമ്പര്യ ഷിയാക്കളും ഈ ഖാദിയാനികളെ മാറ്റി നിർത്തിയത് എന്തടിസ്ഥാനത്തിലാ? നിങ്ങൾ അവരെ പള്ളി പോയി നിസ്കരിക്കോ? നിങ്ങൾ അവരെ കുട്ടികളെ പിയാപ്പിളേക്ക് എടുക്കോ? നിങ്ങൾ യാത്ര ചെയ്ത് ഒത്തും പറഞ്ഞല്ലോ, അത് യാത്ര പോകുന്ന സയൻസ് റസൂലുള്ളക്കാരൻ പറഞ്ഞതാ. യാത്ര ചെയ്തിട്ട് പോകുമ്പോൾ ഒരു പള്ളിയിൽ അല്ലാഹു അക്ബർ കേൾക്കും, നമുക്ക് അറിയിക്കില്ലാലോ. ഖാദിയാനികളെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്നല്ലേ പറയല്? ഖാദിയാനികളെ പള്ളിയിൽ നിന്ന് അശ്വതല്ലേ പറയല്? ഖാദിയാനികളെ പള്ളി അശ്വന ഉമർ റസൂലല്ലേ പറയല്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കാഫിറാക്കി? നിങ്ങൾ എന്തിനു കൊടുക്കും? ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 5 ആയില്ലേ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഖാദിയാനികളെ കാഫിർ എന്ന് പറഞ്ഞത്? കേരളത്തിൽ ആദ്യമായിട്ട് ഖാദിയാനികൾ കാഫിറാണെന്ന് സമസ്തക്കാരല്ലേ പറഞ്ഞത്? അഷ്റഫ് അലി താനവിയെ പോലുള്ള ദൈവബന്ധി പണ്ഡിതന്മാരല്ലേ ആദ്യം തുടങ്ങി വെച്ചത്? അൻവർ ഷാ കാശ്മീരിയെ പോലെയുള്ളവർ. ഈ ഖാദിയാനികളെ കാഫിറാക്കിയത് എന്ത് അടിസ്ഥാനത്തിലാ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നവരല്ലേ?
അവര് കുത്തുവെറ്റയിക്കാറുണ്ടോ? യാ മിർസ യാ ഗുലാം, യാ മിർസ യാ ഗുലാം. വല്ലാഹി അത് കുത്തുവെറ്റയിക്കാറില്ലല്ലോ. മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാന്റെ പേര് അവർ കുത്തുവെറ്റയിക്കാറുണ്ടോ? അവർ മൗലൂദ് വയ്ക്കാറുണ്ടോ? അവർ ഇന്നും പള്ളികളില്ലേ? കേരളത്തിൽ പള്ളിയില്ലേ? കർണാടകത്തിൽ പള്ളിയില്ലേ? നിങ്ങൾ ആരും ആ പള്ളിയിൽ പോകില്ലല്ലോ. നിങ്ങൾ അവരെ കാഫിറ എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് നിഫാക്ക് മുനാഫിക്കുകളെ? നിങ്ങൾ എന്താണ് അവരെ കാഫിറ എന്ന് പറയാത്തത്? നിങ്ങൾ രഹസ്യമായിട്ട് അവർ കാഫിറാണ്, കൊണ്ട് പള്ളിയിൽ പോകാൻ പാടില്ല പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഭൂരിപക്ഷ ശിർക്ക് നിങ്ങൾക്ക് കൂട്ടുകാരും, ന്യൂനപക്ഷ ശിർക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രശ്നമല്ലാത്ത. അപ്പം ഫാസിസ്റ്റുകൾ അതേ നയം. ഫാസിസ്റ്റുകൾ എന്താ? ഭൂരിപക്ഷം പറയും പോലെ കേട്ടോളണം. ഫാസിസ്റ്റുകളുടെ രാഷ്ട്രീയം എന്താ? ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം പറയും പോലെ ന്യൂനപക്ഷം കേട്ടോളണം, ന്യൂനപക്ഷം മിണ്ടാൻ പാടില്ല. ഇതും ഫാസിസം തന്നെയല്ലേ? ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷം പറയുന്നത് നിന്നോളണം, സെലഫി ന്യൂനപക്ഷം പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ഇങ്ങനെ അടങ്ങി ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ജീവിച്ചോളണം. ഇതല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെക്കാൾ വലിയ ഫാസിസമാണോ മറ്റേ ഫാസിസം, രാഷ്ട്രീയ ഫാസിസം? ഇവിടെ ഞാൻ ചോദിക്കുന്ന വിഷയം, എനിക്ക് KNMുമായിട്ട് നിങ്ങൾ ഈ പറയുന്ന മാതിരി എന്ത് ബന്ധമാണ്? ഞാൻ തുറന്ന പുസ്തകമല്ലേ ഈ ചൊല്ലി അബ്ദാമോ? 48 കൊല്ലം 50 കൊല്ലമായില്ലേ നിങ്ങളെ മുമ്പിൽ ഞാൻ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് മംഗലാപുരം, കന്യാകുമാരി തൊട്ട് മംഗലാപുരം വരെ അല്ലേ? ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് കൂടിയിട്ടുണ്ടോ? ഞാൻ സമസ്തക്കാരെ എന്നെ കൂട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ? ഞാൻ ഖത്തീബായ കാലം മുതലേ കുത്തുബ ഭാഷ നടത്തുന്നവരാണ്. ഞാൻ 1979 വളവട്ടണം മന്നയിൽ കുത്തുബ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഖത്തീബാണ്. 79 ഞാൻ അവിടെ ജുമാ തുടങ്ങുന്നത്. അന്നേ ഞാൻ മിമ്പർ വന്ന് മലയാളത്തിൽ പ്രസംഗിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്തൊന്നും സമസ്തക്കാർ എന്നെ കൊണ്ടുപോകാറില്ല. ഞാൻ കുത്തുബ ഭാഷ നടത്തുന്നവനായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേഡിയം പള്ളിയിലേക്ക് 83 പോകുന്നത്, തലശ്ശേരി സ്റ്റേഡിയം പള്ളിയിൽ. അവിടെ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഖത്തീബ. അതുകൊണ്ട് തന്നെ സമസ്തക്കാരുമായിട്ട് എന്തെങ്കിലും സംഘടനാ ബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു ഗതികേട് അള്ളാഹു തആല എനിക്ക് തന്നിട്ടില്ല. അതിന് കാരണം അള്ളാഹു വെച്ചത് ഇതാണ്, ഈ പരിഭാഷ. അവരെന്നെ അടുപ്പിച്ചില്ല, അവരെന്നെ സംഘടനാപരമായ കാര്യത്തിൽ കൂട്ടൂല തന്നെ. 1979 ഞാൻ പള്ളിക്കരയിലെ കല്ലിങ്കാൽ മദ്രസയിലെ സദറായിട്ട് നിന്നത്. നല്ല ഗ്രാൻഡായിട്ട് നബിദിന മഹാസമ്മേളനം നടത്തിയവനാണ് ഞാൻ. കല്ലിങ്കാലിൽ നിന്ന് പൂച്ചക്കാട് വരെ എല്ലാ മദ്രസ, തൊട്ടി മുതല് പള്ളിപ്പുഴ മുതല് പിന്നെ മഠം മുതല് അവിടെയുള്ള എല്ലാ മദ്രസയിലും കുട്ടികളെ കല്ലിങ്കാൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഭയങ്കരമായ ജാഥ, ഞാൻ മുമ്പിൽ നടന്നിട്ട് വെച്ച് പാട്ടും പാടി ജാഥ നടത്തിയവനാണ് ഞാൻ. ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമായതിനു ശേഷം ആരെങ്കിലും നിങ്ങൾ പണ്ട് അങ്ങനെയല്ലേ എന്ന് ചോദിക്കാറുണ്ടോ? നിങ്ങളായിരുന്നു ചോദിക്കോ? ഉമർ റളിയല്ലാഹുവിനോട് ധൈര്യമുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ? ഉമറെ കൂടുതലൊന്നും പറയണ്ട, പണ്ടെന്താന്ന് നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ ഇല്ല. കുത്തിവെത്തി വെച്ചിട്ടുണ്ട്. ഈ കല്ലിങ്കാൽ വെച്ച് ഞാൻ കുത്തിവെത്തി വെച്ചിട്ടുണ്ട്. 50 പൈസ കിട്ടും കുത്തിവെത്തിന് പോയാൽ. ആദ്യം കിട്ടല അവര് വെച്ചത്. കുത്തിവെത്തി കഴിഞ്ഞാൽ കിട്ടുന്ന നെയ്ച്ചോറും ബിരിയാണി 50 പൈസയും കിട്ടും. കൊണ്ടുപോകുമ്പോൾ കാറിലാ പോവുക, വരുമ്പോൾ നടന്നിട്ടാ വരിക. ആവശ്യം തീർന്നല്ല. അവൻ ചെയ്തിട്ട് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ തനി ഷീയത്തിൽ നിന്ന് കടന്നു വന്നവനാണ്. ഞാൻ അന്നേ പറയാറുണ്ടല്ലോ ഞാൻ നിങ്ങളോട്. ഞാൻ സലഫിയായിട്ട് ജനിച്ചോനല്ല, തനി ഷീയത്തിൽ നിന്ന് കടന്നു വന്നവനാണ് ഞാൻ. എനിക്ക് നിങ്ങൾ ശേഖന്മാരാരും വേണ്ട. എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് അറിയപ്പെട്ട വലിയ ചൊയ്ലിയിലെ കുഞ്ഞമ്മദ് മുലർക്ക എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാന്റെ കാരണോറാ. അതിന് കബറും മക്കുബറിയെല്ലാം ഉണ്ട് അവിടെ. വെട്ടിപ്പൊടിക്കിയ മക്കുബറിയില്ല, കബറ് ഇലാഹവർത്തിയായിട്ട് നമ്മൾ പോകാറുണ്ട്. ഞാനും ഉമ്മയല്ല ഇലാഹവർത്തിയും വെച്ചിട്ടൊന്ന് പോകാറുണ്ട്. എല്ലാ കൊല്ലം ഉമ്മ ആണ്ട് കഴിക്കും ഇക്കാക്കാന്റെ പേരില്. ഉമ്മ അള്ളാനെ കഴിച്ചപ്പന്നെ ഇക്കാക്കാനെ വിളിക്കുക എന്റെ ഉമ്മ. അത് കേട്ട് വന്നവനാണ് ഞാൻ. അള്ളയും ഇക്കാക്കിനാ ഉമ്മ പറയാ. നേരത്തെ പറഞ്ഞില്ലേ അള്ളയും നിങ്ങൾ ഉദ്ദേശിച്ചാന്ന് പറഞ്ഞ പോലെ അള്ളാനെ പറഞ്ഞ അപ്പൊ ഇക്കാക്കാനെ പറയും ഉമ്മ. ആ ഇക്കാക്കന്നെ ആണ്ട് റമദാൻ 27 അന്ന് അതിന് നേർച്ച വരും. എന്റെ അടുത്ത് നേർച്ച പൈസ തരും ആരെങ്കിലും, അത് ഞാൻ ചാപ്പിടും, ഉമ്മ കൊടുക്കൂല. എന്നിട്ട് എന്തെങ്കിലും സൂക്കേട്ട് വന്നാൽ അന്ന് തന്നെ ഉമ്മ പറയും, ആരെങ്കിലും ഉണ്ടാവും നേർച്ച പൈസ കൊടുത്തിട്ട് അതിന് വയറ്റുന്നളിയാകാന്ന് പറയും. ഇതൊക്കെ കുട്ടിക്കാലത്തെ കഥകളാണ്. അങ്ങനെ 1990 ബാപ്പ മരിക്കുന്നത്. സലഫിയത്ത് എന്താണ്, ഇസ്ലാം എന്താണ്, തൗഹീദ് എന്താന്ന് അറിയാത്ത കാലം. ഈ പള്ളി ദർശനം കിതാബോധി പഠിച്ചിട്ട് കിട്ടിയ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നിഫാസ് മുതലായ കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, മുഹമ്മദ് റസൂൽ എന്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എല്ലാരെ പോലെയും. അങ്ങനെ 3 കൊല്ലം മുമ്പ് ഉമ്മ രോഗിയായി. ഞാൻ ഉമ്മ അടുത്ത് പോയിട്ടിരിക്കും. എന്റെ അനുജനുണ്ട് ചൊഴലി മൊഹീദ്ദീൻ മൗലവി. ഞാൻ ഇത് പറയാൻ കാരണം, ഒരാൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളെ അനുജൻ പറഞ്ഞല്ലോ ഇക്കാക്ക നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ പണ്ട് ഇക്കാക്കാക്ക് യാസീൻ ഓതിയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ, അതെങ്ങനെ ശരിയാവുന്നിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടത് ക്ലിയർ ആക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ക്ലിയർ ആക്കേണ്ടി വന്നത്. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കും. അങ്ങനെ അതെല്ലാം പോയി അതെല്ലാം തീർന്ന് ചൊല്ലിന്ന് താമസമൊക്കെ മാറ്റി. അത് പെങ്ങൾക്ക് കൊടുത്തു ആ വീട്. അങ്ങനെ ഉമ്മ വേറൊരു പെങ്ങളെടുത്ത് താമസമാക്കി.
ആ പെങ്ങളെ ഭർത്താവട്ടെ അച്ഛ ഏൽപ്പിക്കാരനാണ്, അതിലുള്ള മക്കളും ഏൽപ്പിക്കാരാണ്. ഇപ്പോഴും എന്റെ പിള്ളേർക്കെല്ലാം അറിയാം. എൽപ്പ് സമരമാണ് അവരായിട്ട്, ഞാൻ എങ്ങനെ ഇടപെടാറില്ലെങ്കിൽ. അങ്ങനെ ഉമ്മ രോഗിയായിട്ട് കിടന്നു. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഇരിക്കും തലക്കുമ്പത്ത്. എന്നിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ മരിച്ചാൽ ഇക്കാക്കനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം നാളെ ആഹൃത്തി കിട്ടുമെന്ന് ഉമ്മക്ക് തോന്നുന്നുണ്ടോ? കുഞ്ഞമ്മക്കാർക്കാരെ വരുവെക്കുന്നുള്ള അഡ്രസ് ഉണ്ട് നമുക്ക്. നിങ്ങളൊക്കെ ഏതോ ആൾക്കാരെ വിളിച്ചിട്ട് ചർച്ചലിക്കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെയല്ല, എന്റെ സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. എനിക്ക് പച്ച ഷാളിന്റെ കുറവേ ഉള്ളൂ. ആ ജാറായത്തേക്ക് കോടികൾ വരും, എനിക്കറിയാം. എനിക്കെല്ലാം നിങ്ങൾ പറയുന്ന എല്ലാ യോഗ്യത ഉണ്ട്. പച്ച ഷാളിന്റെ കുറവേ ഉള്ളൂ എനിക്ക്. എന്നിട്ട് എന്റെ ഇക്കാക്കാരെ കബറിന്റെ അടുത്ത് പോയിട്ട് പാത്തിയും വെച്ചിരുന്ന നിങ്ങളൊക്കെ എന്റെ പിന്നാലെ വരും, എനിക്കറിയാം നന്നായിട്ട്. അങ്ങനെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മക്ക് തോന്നുന്നുണ്ടോ? അവരാരും കേൾക്കണ്ട പറയാ, കാരണം അവർ കേട്ടോ. അപ്പൊ അബൂ താലിബിന്റെ അടുത്ത് അഷ്റഫുൽക്കും അബൂജയിലും പോയ മാതിരിയാണ്. ഞാൻ എന്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇക്കാക്കാരെ പതാലെ കൊണ്ടുവരും. പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട് കുടുംബത്തിൽ തന്നെ, പെങ്ങന്മാരുണ്ട്, അനിയനും ഉണ്ട്. ഞാൻ ഇറങ്ങി അപ്പൊ തന്നെ ഇക്കാക്കാനെ വിട്ട് കളിക്കണ്ട കേട്ടോ. അവർക്കറിയാം ഞാൻ വന്ന അള്ളാനെ പറയും. ഒരു ദിവസം ഞാൻ ഉമ്മാനുമായിട്ട് ഇത് സംസാരിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത്ര സന്തോഷം. ആ ഉമ്മാനെ കുളിപ്പിച്ചത് ഞാനാണ്, കഫം പൊതിഞ്ഞത് ഞാനാണ്, കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ഞാനാണ്, കഫം പൊതിഞ്ഞത് ആദ്യമായിട്ട് നിസ്കരിച്ചത് ഞാനാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു തുറന്നു തന്നെ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉമ്മാട് ഞാൻ പറഞ്ഞു, അറിയിലിരുന്നിട്ട്, ഈ ഇക്കാക്കനെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉമ്മക്ക് നാളെ കിട്ടുന്ന ഉമ്മക്ക് തോന്നുന്നുണ്ടോ? ഇക്കാക്ക പോലും നാളെ ആഖിറത്തിൽ അള്ളാന്റെ മുമ്പിൽ പേടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഉമ്മാന്റെ കാര്യം ശ്രദ്ധിക്കാൻ എങ്ങനെയൊക്കെ കഴിയാം? ഉമ്മ എന്താ ആലോചിക്കാത്തത്? അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്ക്, മോനെ, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും, അള്ളാനെ കൊണ്ടല്ലാതെ. വല്ലാഹി ഞാൻ അന്ന് ആഗ്രഹിച്ചു, അന്ന് വൈകുന്നേരം എൻ്റെ ഉമ്മ മരിച്ചെങ്കിൽ സ്വർഗത്തിലാവുമായിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല ഉമ്മ. പിന്നെ ഉമ്മ ഒരിക്കലും ഇക്കാക്കാനെ വിളിച്ചത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഒരിക്കലും അള്ളാനെ അല്ലാതെ ഇക്കാക്കാനെ വിളിക്കുന്ന കേൾക്കുന്നത്. പക്ഷെ എൻ്റെ ഷിയാക്കളായ അന്യന്മാരും പെങ്ങന്മാരും ഇക്കാക്കാനെ വിളിച്ചിട്ടാണ് ഉമ്മ മരിച്ചത് പറഞ്ഞു നടക്കും. അത് എനിക്കെതിരായിട്ട് പറയാൻ. എൻ്റെ ഉമ്മ പ്യൂർ മുവഹിദത്തായിട്ടാണ് മരിച്ചത്, നല്ല ഉറപ്പ് എനിക്കുണ്ട്. കാരണം എന്നോട് നേർക്ക് നേരെ പറഞ്ഞാൽ കഥയല്ല, കിനാവുമല്ല. ഞാൻ എപ്പോ പോയാലും ഉമ്മാനോട് തൗഹീദ് ഒറ്റക്കാട് ഇരിക്കും. ഇവരെല്ലാം മാറി നിൽക്കുന്ന സമയത്ത് ഒറ്റക്കാട് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ഉമ്മാക്ക്. അതുകൊണ്ട് ആ കാര്യത്തിലും എന്നെ ആരും പഠിപ്പിക്കാനൊന്നും മെനക്കെടണ്ട, ആ മേഖലയിലും എന്നെ ആരും പഠിപ്പിക്കാൻ മെനക്കെടണ്ട. അങ്ങനെ അന്ന് മുതൽ തുടങ്ങി. പിന്നെ ഞാൻ 1986 തബ്ലീഗുകാര്, ഞാൻ അന്ന് പൊതുപ്രസംഗികനാണ്. എല്ലാവരും ഞാൻ ഈ അതിഞ്ഞാല് പ്രസംഗിക്കാൻ വന്നിരുന്നു. അതിഞ്ഞാല് ഉറൂസിന്. അന്നും തൗഹീദ് പറയും. 2 ദിവസത്തെ പ്രസംഗത്തിന് ഏറ്റിട്ട് വന്നു. അന്ന് കാറളം അബ്ദുൽ ഖാദർ മൗലവിയാണ് അവിടുത്തെ ഖത്തീബ് മുദരിസ്. അന്ന് ഒരു ദിവസം പ്രസംഗിച്ചു. അന്ന് തന്നെ ഞാൻ കലക്കി ചൊല്ലി, അന്ന് തന്നെ അടിച്ചു. കമ്മിറ്റിക്കാർ യോഗം കൂടി അന്ന് പ്രസംഗം നിർത്തി കൈക്ക് മടക്കുന്ന. എന്നിട്ട് ഇപ്പം തന്നെ വിട്ടോളൂ, നാളെ വരണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും 80 നടന്ന സംഭവമാണ്. എനിക്ക് KNM മെമ്പർഷിപ്പ് എടുത്തിട്ടൊന്നും അല്ലാണ്ട് തൗഹീദ് പറഞ്ഞതും ജാറക്കാർ എന്നെ പുറത്താക്കിയതും. ആയാർ മുൻപിൽ പ്രസംഗിക്കാൻ പോയി ഞാൻ വളവട്ടം നിൽക്കുന്ന സമയത്ത് 80 തുടക്കത്തിൽ ആയാർ മുൻപ് വന്നിട്ട് ജാറുണ്ട്. ആയാർ മുൻപ് അവിടെ ഭയങ്കരമായ തീക്കുണ്ടമാണ്. ആ തീക്കുണ്ടത്തിൽ ഉലുവാൻ കൊണ്ടുവന്നിട്ട് ഉലാറിയില്ലേ, ഉലുവാൻ പോയിക്കാന്ന് പറയാ. ഇനി അതാണ് ആ തെറ്റുമ്പിൽ എന്ന് പറച്ച. അതിനുമായി നിബന്ധിച്ചിട്ട് എന്നെ അതിനെ വിളിച്ച്. ഞാനിത് കണ്ടപ്പം ഞാൻ പൊട്ടിത്തെറിച്ച്. അങ്ങനെ പിന്നെ എന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ കമ്മിറ്റിക്കാർക്ക് പേടിയെ, കമ്മിറ്റിക്കാർ ഉസ്താദെ പെട്ടെന്ന് വിട്ടോ, സംഗതി ആകെ പോക്കാണ്. എപ്പോഴും 70കളിലാണ് അത്. KNM ഒന്നും ജനിച്ചിട്ടുണ്ടാവില്ല ഈ നാളത്തൊന്നും. നിങ്ങൾ എന്നെയാണോ തൗഹീദും സുന്നത്തൊക്കെ പഠിപ്പിക്കാൻ മെനക്കിടുന്നത് ഈ പിള്ളേര്? അന്ന് എന്റെ കൂട്ടത്തിലുള്ളവരെ മരിച്ച ബർസഖിലെത്തി. നിങ്ങളൊക്കെ ഇന്നലെ ജനിച്ച പിള്ളേരാ. നിങ്ങൾക്ക് ഈ ചാനലേ അറിയുള്ളൂ. ഞങ്ങൾ ചില ചാനലുകാർ ഇരുന്നിട്ടങ്ങ് ചൊല്ലിയെ കൈകാര്യം ചെയ്യാൻ. 55 കൊല്ലമായി ഈ ഉമ്മത്തിനെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട്. 55 കൊല്ലം അള്ളാഹിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പറഞ്ഞ നിങ്ങളെ ഷീഇ അശ്അരി കിതാബ് ഓതി പഠിച്ച നാടൻ മൊയ്ലിയാര്, ആ ഇൽമിൽ വെച്ചുകൊണ്ട് കിട്ടിയ അള്ളാഹു തആല തന്ന അറിവ് വെച്ചിട്ട്, ആ അറിവ് വെച്ചിട്ടാണ് മൂസ മൗലാന 1986 എന്നോട് തബ്ലീഗിന്റെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വേണ്ടി ഏർപ്പാടാക്കുന്നത്. തലശ്ശേരിന്നാണ് ഞാൻ പോകുന്നത്. 86, 85 സമ്മേളനത്തിൽ പോയപ്പോ എന്നെ പ്രസംഗിപ്പിച്ചു മൂസ മൗലാന. ഞാൻ തബ്ലീഗാരനായതുകൊണ്ടല്ല, ഞാൻ വെറുതെ പോയതാ സമ്മേളനത്തിന്. ചെങ്ങായിമാരൊപ്പം എന്നെ പ്രസംഗിപ്പിച്ചു. പിന്നെ എല്ലാ സ്റ്റേജിലും എന്നെ പ്രസംഗിപ്പിക്കലായി. ഞാൻ അങ്ങോട്ട് പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടാണോ തബ്ലീഗാരനായത്? ഞാൻ പണ്ടേ പറയുന്നത് പറയാനായി ഏൽപ്പിച്ചത് ഞാൻ പറയും. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞു. 1986 പോയിട്ട് 96 കഴിഞ്ഞു. 2006 20 കൊല്ലം കഴിഞ്ഞു. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ
മാഷാ അല്ലാ അൽഹംദുലില്ലാ, എന്റെ ഈ മോൻ ഷഹീറുദ്ദീന്റെ നാവിലൂടെ ഞാൻ തൗഹീദിന്റെ ബാലപാഠം പഠിക്കാൻ തുടങ്ങി. ആ തബ്ലീഗിൽ നിന്ന് പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ലാ റബ്ബ ഇല്ലല്ലാഹ് മാനിയാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തബ്ലീഗിൽ നിന്ന് പഠിച്ചത്. ലാ മാലിക ഇല്ലല്ലാഹ്, ലാ ഖാലിക ഇല്ലല്ലാഹ്, ലാ റാസിക ഇല്ലല്ലാഹ് എന്ന് ഉമർ ബാലൻകുഴിയിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് ഞാൻ അതാണ് പ്രസംഗത്തിൽ പറയാറും. അവിടുന്ന് കേട്ട റുബൂബിയത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം റുബൂബിയത്തിന്റെ അർത്ഥമാണ്. അത് തിരിച്ചറിയില്ല ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ജനാബത്തും നിഫാസും അതേപോലെയുള്ളതും പഠിച്ച് മൊയ്യാറായോ എനിക്ക് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് മുഹമ്മദ് റസൂലുള്ളാഹ്, എന്ത് തൗഹീദ്, എന്ത് റുബൂബിയത്ത്, എന്ത് റിസാലത്ത്. അങ്ങനെ എന്റെ പ്രസംഗം കേട്ട എന്റെ ഈ മോൻ എന്നോട് പറഞ്ഞു, ഉപ്പ അതിൽ ചെറിയൊരു പെശകുണ്ട്. എന്തോന്നറാ പെശക്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉപ്പ വെക്കുന്ന അർത്ഥം ലാ റബ്ബ ഇല്ലല്ലാഹിന്റെ അർത്ഥമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥമല്ല. പിന്നെ എന്താന്ന് പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഉലൂഹിയത്തിന്റെ അർത്ഥമാണ് ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വെക്കുന്നത്. ഉപ്പ വെക്കുന്നത് റുബൂബിയത്തിന്റെ അർത്ഥമാണ്. സ്ട്രൈക്കായി, ക്ലിക്കായി. അക്കൊല്ലം ഞാൻ ഹജ്ജിന് പോയി. എല്ലാ കൊല്ലം ഹജ്ജിന് പോയി. ഞാൻ എത്ര പ്രാവശ്യം പോയി എന്ന് ചോദിച്ചാൽ ഒന്നും ഞാൻ മറുപടി പറയാൻ കഴിയില്ല. ഹജ്ജിന് പോയി. ഹറമില് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം എനിക്കൊരു റിസാല കിട്ടി, ചെറിയൊരു ലഘുലേഖ, ഈ അളവറിയുന്നത്. ആ ലഘുലേഖയില് ഹെഡിങ് ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാന്റെ ഒരു ലഘുലേഖ, 5-6 പേജേ ഉള്ളൂ. ഇപ്പോൾ എന്റെ ബാഗിലുണ്ട് ആ സാധനം. ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വായിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ നഫി ഇസ്ബാത്തിനെ പറ്റിയുള്ള ചർച്ച കഴിഞ്ഞ്, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് കഴിഞ്ഞ്, തൗഹീദ് 2 കിസ്മാണ്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, മറ്റേത് തൗഹീദുൽ ഉലൂഹിയ്യ. ഇങ്ങനെ വിശദീകരിച്ച് പോവുക. ഒറ്റ ശ്വാസത്തിൽ നോക്കി തീർത്തു. ഇഖാമത്ത് വിളിക്കുമ്പോൾ നോക്കി തീർന്നേ ഹറമിന്റെ ഉള്ളൊന്ന്. അപ്പോഴാണ് ഷഹീർ പറഞ്ഞത്, എനിക്ക് അതും ഇതും കൂടി ഞാൻ കൂട്ടി വായിക്കുന്നത്. അള്ളാഹ് വല്ലാതൊരു ഒരു എന്താണ് പറയാതിനെ പറ്റി. എന്ത് പറഞ്ഞാലും ചില ചൊലി രോഗികൾക്ക് പിടിക്കൂല. ഓൻ അള്ളയായി എന്ന് വേണമെങ്കിൽ പറയും. അതുകൊണ്ട് അള്ളാനെയും പറയാൻ കഴിയുന്നില്ല, റസൂലിനെയും പറയാൻ കഴിയുന്നില്ല. അള്ളാഹിനെ പറ്റി ഓൻ അള്ളയാണെന്ന് വാദിച്ചിട്ടുണ്ട്, റസൂൽ ഓൻ റസൂലാണെന്ന് വാദിച്ചിട്ടുണ്ട്. പണ്ട് കേട്ടിട്ടുണ്ടല്ലോ. കൂട്ടുകാരെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നീട് വാലെല്ലാം ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ രീതിയിൽ അർത്ഥം വെക്കാൻ തുടങ്ങി. അന്ന് ആ ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ന് കിതാബൻ നമുക്ക് രചിച്ചു ആ ഫദ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം മാറി. അങ്ങനെയാണ് തബ്ലീഗിന്റെ മജ്‌ലിസിൽ പിന്നീട് ഞാൻ ചേബാത്ത് പറയുമ്പോൾ ഒന്നാമത്തെ കലിമാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം വെക്കാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം വെച്ചിട്ട് ലാ മഅബൂദ പറഞ്ഞു. ആദ്യം ലാ ഇലാഹ ചർച്ച ചെയ്തു. എന്താണത്? നിർമാർജനം. ഇല്ല, ഒന്നുമില്ല, ഇല്ലല്ലാ. പിന്നെ രണ്ടാമത്തെ ഇല്ലല്ലാ ഇസ്ബാത്ത് ചെയ്തു. നിരാകരണവും സ്ഥിരീകരണവും. ലാ ഇലാഹ നിരാകരണമാണ്, ഇല്ലല്ലാ സ്ഥിരീകരണമാണ്. ചർച്ച ചെയ്തു. രണ്ടാമത്തെ അന്നെ അതിനെ അമീർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മൾ ഉസൂല്യപ്പെട്ടല്ല, നമ്മൾ റുബൂബിയത്തെ പറയാറുള്ളൂ, ഉലൂഹിയത്ത് പറഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് തബ്ലീഗ് നടത്താൻ കഴിയില്ല. അതും എന്റെ മനസ്സിൽ ക്ലിക്കായി. അതിങ്ങനെ തബ്ലീഗ് നടത്താൻ കഴിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ തളിപ്പറമ്പിൽ ഒരു പള്ളിയിൽ, തബ്ലീഗിന്റെ പള്ളിയിൽ ഇതേപോലെ തന്നെ പറഞ്ഞു. ആ സന്ദർഭത്തിൽ അടന്നു പറഞ്ഞു ഇത് പറയാൻ പറ്റൂല. പിന്നെ എറണാകുളത്തുനിന്ന് അന്ന് പിടർന്നിട്ടില്ല, അന്നെല്ലാം എറണാകുളത്തുനിന്ന് വിളി വന്ന് ചോദിക്ക് കസേര കൊടുക്കണ്ട, ഇനി ക്ലോസ്. തബ്ലീഗുകാരനെ പുറത്താക്കി. എന്തിന്റെ പേര്? അന്ന് പറഞ്ഞത് എന്താണ്? ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് തബ്ലീഗുകാര് മുജാഹിദ് ആയതുകൊണ്ടാണെന്ന്. അത് നല്ല കഥയാ. അത് വേറൊരു കൂട്ടക്കാരുണ്ട് ഇവിടെ. 2013 2016 ഇത് പറഞ്ഞുകൊണ്ടാണ് 13 പിളർന്നത്. അങ്ങനെ ഒരു കൂട്ടക്കാരുണ്ട്. എന്റെ വായോളം വരുന്ന ആരെന്നാ എന്റെ സംസ്കാരത്തിൽ പെട്ടതില്ലാത്തോണ്ടാ പറയാത്തത്. 2016 പറഞ്ഞ കാര്യത്തിലാണ് 2013 2012 പിളരല്. അതേപോലെയാണ് സംഭവം. അതേപോലെ അത് സംഭവം 2002-2003 ഞാൻ 2011 KNM സ്റ്റേജിൽ കയറുന്നത്. 2011 KNM സ്റ്റേജിൽ കയറുന്നത് 2002 എന്നെ പുറത്താക്കിയത്. വഹി വന്നിട്ടുണ്ടാവും. 11 കയറാൻ പോകുന്നുണ്ടാവും, ഇപ്പോഴേ പുറത്താക്കിക്കോ. തബ്ലീഗുമായിട്ടുള്ള ബന്ധത്തോടെ അവസാനിച്ചു. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണോ അള്ളാഹുവിനെ പറഞ്ഞു നടന്നത്? ഈ സന്ദർഭത്തിലാണ് കേരള വിഭവത്തിൽ മുജാഹിദീന്റെ അമരക്കാരായ ഒരു ഡോക്ടറും ഒരു ഇൻസ്പെക്ടറും പിന്നെ ഒരു മൗലവിയും എന്റെ വരക്കേക്ക് വരുന്നത്.
നിങ്ങൾ ഈ പറയുന്ന തൗഹീദ് ഞങ്ങളെ സ്റ്റേജിൽ വെച്ച് പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടാണോ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് വന്നത്? ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ 2010 ലാസ്റ്റില് 2011 ചുങ്കത്തറയിൽ നമ്മൾ സുഹൈർ ചുങ്കത്തറന്റെ വക നടക്കുന്ന സ്ഥാപനത്തിൽ ആദ്യമായിട്ട് ഒരു സലഫി സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കുന്നത് അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് മെമ്പർഷിപ്പ് വെച്ചിട്ടാണോ വന്നത്? നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വന്നിട്ടാണോ എന്നെ സ്റ്റേജിൽ കയറ്റിയത്? അങ്ങനെ ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്തു? ഓൾ പ്രോഗ്രാം ക്യാൻസൽഡ്, എല്ലാ പരിപാടിയും ക്യാൻസൽ. എന്താ കാര്യം? ഞാൻ വീണ്ടും തബ്ലീഗിലേക്ക് പോയതുണ്ടോ? അല്ലല്ലോ. KNM-ന്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമുണ്ട് ചൊയലിനെ ഇനി അടുപ്പിക്കണ്ട എന്ന്. അങ്ങനെ മംഗലാപുരക്കാരും തള്ളി, കാസർഗോഡുകാരും തള്ളി, കണ്ണൂക്കാരും തള്ളി. വീണ്ടും ഞാൻ എന്റെ സൂട്ടീസായിട്ട് ഒറ്റക്ക് ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞു. 2011 2012 ഓൾ പ്രോഗ്രാം ക്യാൻസൽഡിന് ആരൊക്കെയാണോ ഉത്തരവാദി അവരെല്ലാം അള്ള ചെവി പിടിച്ച് പുറത്താക്കി KNM-ൽ നിന്ന്. എല്ലാം വൃത്തികെട്ടതൊന്നും KNM-ൽ വേണ്ട, ഔട്ട് അല്ലേ? അന്ന് ഞാൻ ദുബൈയിലാണ് ഉള്ളത്. ഈ 2012 അന്ന് ദുബൈയിലാണ് ഉള്ളത്. ദുബൈയിലെ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ സമ്മേളനത്തിനൊന്നും പോക്കൂല, എന്നെ ആരും കൂട്ടലുമില്ല. സമ്മേളനത്തിന് ഏത് സമ്മേളനത്തിന് നിങ്ങൾ എന്റെ സമ്മേളനത്തിന് ഞാൻ KNM-ന്റെ ഒരു മെമ്പർ ചോദിച്ചു, എന്തിനാണ് അനീഫാന്റെ കത്തിക്കീർന്ന എല്ലാവരും? അനീഫ പറഞ്ഞു ശരിയാണ്, ഞാൻ KNM-ന്റെ ആരും അല്ല, ഒരു പെറ്റി മെമ്പർഷിപ്പ് പോലും എനിക്കില്ല. അവർ KNM-ന്റെ പ്രാസ്ഥാനികമായ ഒരു വിഷയത്തിൽ എന്നെ പങ്കെടുപ്പിക്കാറുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ KNM-ഉമായിട്ട് ബന്ധമുണ്ട്, KNM-ന്റെ ആളാന്ന് വിചാരിച്ചിട്ടാണ് ഈ ബഹളം മുഴുവൻ. എനിക്ക് നന്നായിട്ട് അറിയാം, എന്നോടല്ല വെറുപ്പ്, KNM-നോടുള്ള വെറുപ്പ് എന്നിലൂടെ തീർക്കാൻ അവസരം കിട്ടിയതാണ്. എല്ലാവർക്കും സംഘടന തിന്മയാണെന്നും പറഞ്ഞ് ഏതോ ഗുഹയിൽ കൂടിയിട്ട് ഫത്വ ഇറക്കുന്ന ആളും, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയവരും, എല്ലാ ആൾക്കാർക്കും വെറുപ്പ് KNM-നോടാ. എനിക്ക് സ്നേഹം KNM-നോടാ. എന്തുകൊണ്ട്? എന്റെ കാര്യത്തിൽ KNM മാന്യത കാണിച്ചിട്ടുണ്ട് 2010, 11, 12 കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. KNM ഞാനായിട്ട് എന്താ ബന്ധം? ഞാൻ KNM-ന്റെ ആരുമല്ല, സ്റ്റേജ് പ്രാസംഗികനല്ല. എന്നെ അവര് വിളിക്കുന്നു തൗഹീദ് പറയാൻ. ഏത് സമയത്തും അവരും വേണ്ടെന്ന് വെക്കാം, എനിക്ക് പ്രശ്നമില്ല. ഒരു സംഘടനയിലും KNM-നെ പൊതുപരിപാടിയിൽ KNM-ന്റെ അടുത്ത് മാത്രമേ പോവുള്ളൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ചതിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ദീനിന്റെ പേരും പറഞ്ഞ്, തൗഹീദിന്റെ പേരും പറഞ്ഞ് പേരേതെങ്കിലും പേരിൽ പരിപാടി നടത്തുകയും ഞാൻ പോയതിനു ശേഷം ആ ചുഴലി നമ്മളാളാണ് എന്ന് പറഞ്ഞിട്ട് സംഘടനയിൽ ആളെ കൂട്ടുകയും ചെയ്യുന്ന ചതി തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു സംഘടനന്റെയും അഡ്രസ്സിൽ ഞാൻ പ്രസംഗിക്കാൻ പോകാറില്ല. KNM-ന്റെ മാത്രം പോകുന്ന തീരുമാനിക്കാൻ കാരണം അതാണ്. എന്നെ വെച്ചുകൊണ്ട് ഇവര് മുച്ചിട്ട് കളിക്കുന്നത് കൊണ്ട്. ഇനിയും വിശദീകരിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പറയാൻ ഇനിയും ഒരു അനുഭവങ്ങൾ ഒരുപാട്. ഇപ്പോഴത്തെ ചുറ്റുപാടിൽ പറയാം KNM എന്ന പ്രസ്ഥാനവുമായിട്ട് എനിക്ക് സംഘടനാ ബന്ധം യാതൊന്നും തന്നെ ഇല്ല. പിന്നെ എന്താണ് KNM? ആ KNM പരിപാടികൾ അപ്പം തന്നെ ഞാൻ പറയും, നേതൃത്വത്തോട് വിളിച്ചു ചോദിക്കാൻ. 2 മാസം മുമ്പ് വെളിയങ്കോട് ഒരു പരിപാടി നടന്നു. KNM-ന്റെ ആൾക്കാരാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നേതൃത്വത്തെ വിളിച്ച് ചോദിക്കണം. പിന്നെ ആ സമയത്ത് പണ്ട് പുളിക്കൽക്കാർ ചെയ്ത മാതിരി പുളിക്കലേക്ക് പോകാൻ വേണ്ടി പരിപാടി കയറ്റു. പിന്നെ ആരും അഡ്രസ് ഇല്ല. പിന്നെയാണ് മനസ്സിലായത് പുളിക്കൽ കോളേജിന്റെ കമ്മിറ്റിയിൽ ലായിലാഹിലുള്ള സയൻസ് റസൂലക്കാരുണ്ട് എന്ന്. അവർക്ക് ഞാൻ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞത്? ഞാൻ ആരോടാ മാപ്പ് പറഞ്ഞത്? ഇപ്പൊ ബന്ധിപ്പിക്കുന്ന കള്ളത്തരതല്ലേ? എന്തിനാ ഞാൻ മാപ്പ് പറയേണ്ടത്? ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് ഇറാൻ ഷിയാക്കളെ കയ്യിൽ ഫലസ്തീൻ കിട്ടിക്കൂടാ. കാരണം എന്റെ അഷ്റഫുൽ ഖൽക്കിനെ ആ മിമ്പറിൽ വെച്ച് ചീത്ത പറയും. ബൈത്തുൽ മുഖദ്ദസ് ഇറാന്റെ കയ്യിൽ കിട്ടിക്കൂടാ. അമ്മാസിന്റെ കയ്യിലൂടെ ഇറാനിലേക്കാണ് അത് വരിക. ഇപ്പൊ എന്തായി? ഇഖ്വാൻ മുസ്ലിമിന്റെ സ്ഥാപകനായ അസൽ ബന്നയെ കൊന്നത് ആരായിരുന്നു? അമ്മാസിന്റെ സ്ഥാപകനായ അഹമ്മദ് യാസീനെ കൊന്നത് ആരായിരുന്നു? അവസാനം അമ്മാസിന്റെ നേതാവായ ഹനിയായെ കൊന്ന ആരായിരുന്നു? എന്തേ ഇരട്ടത്ത് തപ്പുന്ന എല്ലാരും? എന്തേ ആർക്കും മിണ്ടാട്ടമില്ലാത്തത്? അനിയായെ കൊന്നതിന്റെ പേരിൽ ഇറാനിലുള്ള പട്ടാളക്കാരെ ചോദ്യം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ ഈ അനിയാന്റെ അമ്മാസ് ആരായിരുന്നു? നിങ്ങൾക്ക് ഇനിയും തിരിയാനേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം തലചുറ്റുന്നല്ലേ? അന്ന് ഞാൻ എന്താ പറഞ്ഞത്? അന്ന് ഞാൻ വളരെ കൃത്യമായി എന്റെ അള്ളാന്റെ റസൂലിനെ എന്റെ അള്ളാനെ ചീത്ത പറയുന്ന എനിക്ക് അള്ളഹാനോട് മഹബത്താണ്, എന്റെ ഹബീബോട് മഹബത്താണ്. എന്റെ ഹബീബിനെ ചീത്ത പറയുന്ന ഒരുത്തനും ഞാൻ അംഗീകരിക്കുകയില്ല.
എന്റെ ഹബീബിന്റെ ഭാര്യ ആയിഷ ബീബിയെ സാനിയത്തെന്ന് മിമ്പറിൽ വെച്ച് വിളിക്കുന്ന ഇറാനിയൻ ഷിഈയത്തിന് ലോകം നശിക്കണം. അത് ഷിഈയത്ത് നശിക്കണം. ഞാൻ മിമ്പറിൽ വെച്ച് ഇപ്പോഴും ദുആ ചെയ്യുന്നത്, ഇന്ന് വരെ ദുആ ചെയ്തത്, അല്ലാഹുമ്മ മസ്ദിഖിൽ മംലകത്തൽ മുശ്രികീൻ അൽ കാഫിരീൻ അൽ ഹർബിയീൻ അൽ ളാലിമീൻ അൽ യഹൂദ് വൻ നസ്വാറ വശിഈൻ. ഷിയാക്കളുടെ ഭരണകൂടത്തെയും നീ തകിടുപൊടിയാക്കി കളയണമേ അല്ലാഹു എന്ന് ദുആ ചെയ്യുന്നതാണ് ഞാൻ. ബൈത്തുൽ മുഖദ്ദസിന്റെ മിമ്പർ ഇറാന് കിട്ടിക്കഴിഞ്ഞാൽ ആ മിമ്പറിൽ വെച്ച് എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് ചീത്ത പറയും, അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറയും ആ ഖതീബ്. എന്റെ ഹബീബത്തായ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷാനെ ചീത്ത പറയും, സഹിക്കൂല ഞാൻ. അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്കത് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇസ്ലാമിക് രാഷ്ട്രീയം ഉണ്ടാക്കി, ഇസ്ലാമിക് പൊളിറ്റിക്കൽ ജിഹാദ് ഉണ്ടാക്കി, അസറുൽ ബന്നാന്റെ ഇഖ്വാൻ മുസ്ലിമീങ്ങളുടെ, മൗദൂദി സാഹിബിന്റെ ജമാഅത്ത് ഇസ്ലാമി വരെയുള്ള കൂട്ടുകെട്ടുകളുടെ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടാക്കി, ഇവിടെ സകല ചൊറയും ഉണ്ടാക്കി വെച്ചത് നിങ്ങളല്ലേ. എന്നിട്ട് ഇപ്പം പറയുന്നു ഈ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇതൊന്നും പറയാൻ പറ്റുകയില്ല. എന്താ ഇന്ത്യക്ക് കുഴപ്പം? അങ്ങനെ പറയണ്ട. ഇന്ത്യന്റെ സാഹചര്യമല്ല, ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷത്തിനെതിരായിട്ട് മുണ്ടാൻ പാടില്ല സലഫി ന്യൂനപക്ഷം. അങ്ങനെ പറ. നിങ്ങൾ വെറുതെ RSS കാരന്റെ വെരടിക്കിട്ടിട്ടും BJP-ന്റെ വെരടിക്കിട്ടിട്ടും തടിയൂരണ്ട. നിങ്ങൾ മാന്യന്മാരാവണ്ട. ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷം അവർ 98%, 2% സലഫികൾ. മിണ്ടിപ്പോകരുത്. ഇല്ലേ? ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷം കംപ്ലീറ്റ് കാഫറാക്കിയില്ലേ, കംപ്ലീറ്റ് മുശ്രിക്കാക്കിയില്ലേ, ഖബർസ്ഥാനിൽ അടക്കാൻ പാടില്ല തീരുമാനിച്ചില്ലേ? എന്താ ആരും മിണ്ടാതെ പോയത്? ഭൂരിപക്ഷമായതുകൊണ്ടല്ലേ. അതേപോലെ തന്നെ പെൺകുട്ടികളെ കെട്ടിച്ചൊടുത്ത നിക്കാഹ് ശരിയാവില്ല നിങ്ങൾ പ്രസംഗിച്ചില്ലേ? മിണ്ടാത്ത എന്താ? ന്യൂനപക്ഷമായതുകൊണ്ടല്ലേ. നേരത്തെ ഭൂരിപക്ഷത്തിന് എന്തും പറയാം, ന്യൂനപക്ഷത്തിന് എന്തും പറയാം. ഇതല്ലേ ഫാസിസം? അതന്നല്ലേ ഫാസിസം? അതന്നല്ലേ ഇപ്പൊ നിങ്ങൾ കാണിച്ചത്? ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ വീട്ടിൽ വെച്ച് എന്റെ കൂട്ടുകാരോട് സംസാരിച്ച വിഷയത്തില് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇന്ന ഇമാമിനെ തുടരാൻ പറ്റൂല, അയാളെ കാഫിറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന സംഘടന സമസ്ത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. എന്തുകൊണ്ട്? സമസ്ത എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരു കാലം ചിന്തിക്കുന്നുണ്ട്, സമസ്തന്റെ വിശാലമായ ചില വീക്ഷണമുണ്ട് ഇറാനിയൻ ഷീഇയത്ത് കേരളത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ. അതിൽ നിന്നാണ് ഞാൻ ഷീഇയത്തിനെ പഠിക്കാൻ തുടങ്ങുന്നത്. ബഹാവുദ്ദീൻ കൂരിയാട് ഷീഇയത്തിനെതിരായിട്ട് ജമിയത്തുൽ മുഅല്ലിമീന്റെ ഒരു യോഗത്തിൽ വെച്ച് നടത്തിയ ക്ലാസ് ഞാൻ കേട്ടു. ആ ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഷിയാക്കളെ പറ്റി കേൾക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ആദർശേരി അബ്ദുറഹ്മാൻ സാഹിബ് വിളിച്ചിട്ട് എനിക്ക് ഷീഇയത്തിന് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് മലിക്ക് സെൽഫി ആരാണ്? അയാൾ അബ്ദുറഹ്മാൻ ആദർശേരിയും തമ്മിൽ ഷിയാക്കളെ സംബന്ധിച്ചുള്ള ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. എനിക്കത് അത് മറ്റേ ജിന്നു ഗ്രൂപ്പാണ്, ഇത് ഇൻസി ഗ്രൂപ്പാണ്, സെഹർ ഗ്രൂപ്പാണ്, സയൻസ് ഗ്രൂപ്പാണെന്നും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇറാനിയൻ ഷീഇയത്ത് കേരളത്തിൽ വരാതെ സംരക്ഷിച്ചത് സമസ്തയാണ്. സമസ്തന്റെ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയാണ്, പൂർവികന്മാരുടെ. അവർ യമനിയൻ ഷീഇയത്തിന്റെ ഭാഗമാണ്, അത്ര കട്ടിയില്ല. 1. 2, സമസ്തയെ ഞാൻ ഒരിക്കലും ശിർക്കിന്റെയോ മുശ്രിക്കിന്റെയോ മുശ്രിക്കിന്റെയോ കാഫിറിന്റെയോ പട്ടികയിൽ ഞാൻ പെടുത്തൂല. കാരണം എനിക്കറിയുന്ന പല പണ്ഡിതന്മാരും പ്യൂർ മുവഹിദുകൾ സമസ്തയിലുണ്ട്. എനിക്കറിയുന്ന, ഇപ്പോഴും അറിയുന്നേ, ഇപ്പോഴും എനിക്ക് പരിചയമുള്ള, ഞാൻ മദീനത്തുള്ള സമയം 3-4 കൊല്ലം മുമ്പ്, 5 കൊല്ലം മുമ്പ് മദീനത്ത് നിസ്കരിച്ചിറങ്ങുമ്പോൾ ഈ കണ്ണൂർ ജില്ലക്കാരനായ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മുസീബത്താക്കണ്ട പോയിട്ട്. ഞാൻ മസ്ജിദ് നബിയിൽ നിസ്കരിച്ചിറങ്ങുമ്പം ഒരാൾ അസ്സലാമു അലൈക്കും. വലൈക്കും. അദ്ദേഹം ഒരു ദാരിമിയാണ്. എന്നോട് ചോദിച്ചു, ഉസ്താദേ ക്ലാസ് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ എന്റെ ക്ലാസ് എന്തിനാ നിങ്ങൾക്ക്? ഞാൻ വഹാബിയല്ലേ, എന്റെ ക്ലാസ് നിങ്ങൾക്ക് എന്താ ഉപകാരം? ഇല്ല ഉസ്താദേ, ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാതെ ഉറങ്ങാറില്ല ദിവസം. നാട്ടിൽ നിന്ന് ഉസ്താദിന്റെ സദസ്സിൽ വന്നിട്ട് കേൾക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയാലോ നാട്ടിന്റെ അവസ്ഥ. ഇവിടെ നമുക്ക് പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. മാഷാ അല്ലാ. രാത്രി ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്ത എന്റെ റൂം, രാത്രി ഹാജിമാരെ എല്ലാം കൂട്ടിയിട്ട് അയാൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നു. ഞാൻ എങ്ങനെയാണ് സമസ്ത മൊത്തത്തിൽ കാഫറ എന്ന് പറയുക? സമസ്ത മൊത്തത്തിൽ മുശ്രിക്കാന്ന് ഞാൻ പറയില്ല. എങ്ങനെ? ഇതാണ് എന്റെ ജീവിതാനുഭവം. ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ സമസ്തയിൽ ആക്റ്റീവായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന പലരും എന്നെ വിളിക്കുന്നവരുണ്ട്. എന്റെ കുത്തുബ കിട്ടിയിട്ടില്ലെങ്കിൽ വിളിച്ചിട്ട് വാങ്ങുന്നവരുണ്ട്. സമസ്തയിൽപ്പെട്ടവർ നിഷേധിക്കാൻ നോക്കുമോ എനിക്ക്? പിന്നെ എങ്ങനെയാണ് ഞാൻ സമസ്തയായി ഒന്നടങ്കം? എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ സലഫിയത്തിൽ നുഴഞ്ഞു കയറിയ ഷിയാക്കളാകുന്ന സലഫികൾ എന്ന് പറയുന്നവർ? അവര് നുഴഞ്ഞു കയറിയ ഷിയാക്കളാണ്. സലഫിയത്തിന്റെ ഉള്ളിലേക്ക് അവരെ കരുതിയിരിക്കണം സംഘടന.
ഇനി ഒരു പ്രാവശ്യമെങ്കിലും എ പി അബൂബക്കർ മുസ്ലിയാരി എന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പ്രസംഗത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പേരോട് അബ്ദുറഹ്മാൻ, പേര് ഞാൻ കൂട്ടുകാരാണ്. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ തലശ്ശേരി സ്റ്റേഡിയം പള്ളി ഖത്തീബായിരിക്കുന്ന സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ മുത്തലിമാണ്. നാദാപുരത്താണോ തലശ്ശേരി മട്ടാമ്പ്രം പള്ളിയിലാണോ പോകുന്നത് എനിക്ക് ഉറപ്പ് പറയുന്നില്ല. അന്ന് നബിദിനത്തിനും മറ്റൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേഡിയം പള്ളിയിലെ ഖത്തീബ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പോവും. 5 ദിവസം 10 ദിവസമൊക്കെ പ്രസംഗിക്കുക. ഇടയ്ക്ക് ഒഴിവ് വന്നാൽ ഈ പേരോട് അബ്ദുറഹ്മാനെയാണ് കമ്മിറ്റിക്കാർ കൂട്ടിക്കൊണ്ടുവരിക. ഞാനും പേരോട് അബ്ദുറഹ്മാനും നബിദിന യോഗത്തിൽ പലയിടത്തും ഒന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. തലശ്ശേരി താക്കോലിക്ക് അന്ന് പേരോട് അബ്ദുറഹ്മാൻ താടിയൊന്നും മുളച്ചിട്ടില്ല. പ്രാസംഗികനാ അന്നും. ഇന്ന് ആ പേരോട് അബ്ദുറഹ്മാൻ പറയുന്നതല്ല ഞാനും പറയുന്നുള്ളൂ. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി നാർ. ഞാൻ മുഴുവനും കേട്ടു. ഞാൻ ഇവര് ആരും പ്രസംഗം കേൾക്കാറില്ല. പേരോട് അബ്ദുറഹ്മാന്റെ പ്രസംഗം ഞാൻ കേട്ടു. ഈ 10 കൊല്ലം 12 കൊല്ലം ഞാൻ പറഞ്ഞതാണ് ഒറ്റ ശ്വാസത്തിൽ അയാൾ പറഞ്ഞു തീർത്തത്. എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഈ 12 കൊല്ലം പറയുന്നത്. പിന്നെ എവിടെയാ ഒരു ടേണിംഗ് പോയിന്റ് വന്നത്? അത് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാഷ, അവയവ ഭാഷ ഉണ്ടാവുമല്ലോ, അപ്പൊ തന്നെ കാണാൻ സാധിക്കും അദ്ദേഹം ആ പറഞ്ഞത് ആരെയോ ബോധിപ്പിക്കാനാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? പണ്ട് ഞാൻ പറഞ്ഞ വിഷയം തന്നെ. ഡോക്ടറെ കാണിക്കുന്നത് ഡോക്ടർ സുഖാക്കുമെന്ന് വെച്ചിട്ടല്ല, മരുന്ന് കുടിക്കുന്നത് മരുന്ന് സുഖാക്കുമെന്ന് ചോദിച്ചിട്ടല്ല. ഡോക്ടർക്ക് സുഖാക്കാൻ കഴിയില്ല, മരുന്നിന് സുഖാക്കാൻ കഴിയില്ല. അത് വെറും അസ്ബാബ്, നിമിത്തം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ അതാ. അത് വെറും നിമിത്തം മാത്രമാണ്. എന്നാൽ ഔലിയാക്കളെ കറാമത്തും അമ്പിയാക്കളെ മോചിതത്വം അതും നിമിത്തമാണ്. അത് വഹാബികൾ അംഗീകരിക്കൂല. അത് വന്നിട്ട് പെട്ടെന്ന് ഊരി അതാരെയോ ബോധിപ്പിക്കാനാണ്. അദ്ദേഹത്തിന്റെ മുഖം നോക്കിയാൽ തന്നെ അറിയാം അവിടെ എന്തോ അല്ലാഹു അലം. നമുക്ക് മുഖം നോക്കിയിട്ടൊന്നും സംസാരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. പക്ഷെ ആ പ്രസംഗം മുഴുവൻ കേട്ടു. അത് തന്നെ നമ്മൾ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. ആരോ ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു ഈ ബഹളത്തിന്റെ ഇടയിൽ. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരും ചൊയ്ലി അബ്ദുല്ലാ മൗലവിയും ഒരു സ്റ്റേജിൽ തൗഹീദ് പറയുന്ന കാലം വിദൂരമല്ല. അല്ല, ഇൻഷാ അല്ലാ അല്ല. പക്ഷെ മുജാഹിദികളൊന്നും നാവടക്കാണ്. പേരോട് മുജാഹിദായി. എന്തിന്? നിങ്ങളെ സ്വഭാവം കണ്ടിട്ട് പേരോട് മുജാഹിദാ വേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ അത് എനിക്ക് നന്നായിട്ടറിയാം. അവിടെ വിഷയം ഇതൊന്നുമല്ല. വിഷയം ഇതൊന്നുമല്ല. രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ തകർക്കാൻ സമസ്ത 100 നൂറ്റാണ്ട് ജീവിച്ചാലും നടക്കൂല എന്നുള്ള കാര്യം ലോകത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പരമാവധി പരിശ്രമം നടത്തി. PS സലാമിനെ ഉപയോഗിച്ചു, നടന്നില്ല. മഹാഭൂരിപക്ഷത്തോടുകൂടി ബഷീർ സാഹിബും സമദാനിയും ജയിച്ചു. സമസ്തയുടെ രാഷ്ട്രീയ ഇടപെടൽ ലീഗിനൊരു കോട്ടവും തട്ടിക്കുകയില്ല എന്ന് തെളിയിച്ചു. അതിൽ നിന്ന് തടിയൂരാൻ എന്തിനാണ് ഇടയാള് എന്ന PMA സലാമിന്റെ ഭാഷയുമായി രംഗത്ത് വന്നു. ഒരു വിലയുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത വേറെ ഒരു അള്ള പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നായി. മുഖം രക്ഷിക്കാൻ വീണ് കിട്ടിയതായിരുന്നു ഷൊയ്ലി അബ്ദുള്ള മൗലവിയെ. സംഭവിച്ചതോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ആണും പെണ്ണും തൗഹീദ് എന്താണ് ശിർക്ക് എന്താണ് തിരിച്ചറിഞ്ഞു. അതിന് എന്റെ നാവിനെ അള്ളാഹ് ഉപയോഗിച്ചു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, നിങ്ങൾ KNM-നെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് KNM-നെ ദ്രോഹിക്കാൻ നിൽക്കണ്ട. KNM-ന്റെ ഒരു മെമ്പർഷിപ്പ് എനിക്കില്ല. അനീഫ് കായക്കൊടി പറഞ്ഞത് 100% ശരിയാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അന്ന് അബ്ദുൽ ഖാദർ മൗലവിയോട് പലരും പോയിട്ട് പറഞ്ഞു KNM എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് തരാനും എനിക്ക് ആ ഔദ്യോഗിക പദവി എന്തെങ്കിലും തരാനും എന്നിട്ട് ഉപയോഗപ്പെടുത്താനും. അന്ന് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, വേണ്ട ചൊല്ലി നമ്മൾ സ്വതന്ത്രമായി വിടാം, അതാണ് ഖൈർ. അത് കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫിന്റെ നേതൃത്വത്തിലുള്ള സമയത്ത് അബ്ദുറഹ്മാൻ സലഫിയോട് പലരും പോയിട്ട് പറഞ്ഞു ചൊയ്ലിക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം, ചൊയ്ലിനെ യൂണിറ്റ് നമ്മളെ സംഘടനന്റെ ആളാക്കണം. അന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു വേണ്ട. അന്നൊന്നും എനിക്ക് ഒരു എതിരഭിപ്രായം അവരോടില്ല. അവർ ഗുണകാംക്ഷികൾ മാത്രമാണ്. എന്തുകൊണ്ട്? സംഘടനന്റെ മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ എന്റെ നാക്ക് അടിമയായി. പിന്നെ സംഘടന പറയുമ്പോഴേക്ക് പറയാം, കിട്ടിയാലും ഇറാന്റെ കയ്യിൽ കിട്ടാൻ പാടില്ലെന്ന് പറയേണ്ടത് അമ്മാസിന് കിട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ വാക്കിനല്ലേ നിങ്ങൾ ഉപയോഗിച്ചത്? നിങ്ങളെ ലക്ഷ്യം മുഴുവനോ അല്ലെങ്കിൽ അമ്മാസോ അല്ലെങ്കിൽ ഇറാനോ അല്ല, മറിച്ച് നിങ്ങളെ രാഷ്ട്രീയമാണ്. ഇവിടുത്തെ 98% വരുന്ന
98% വരുന്ന സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഇസ്ലാമിക് ജിഹാദ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക് എന്നും പറഞ്ഞ് അന്ന് ഇഖ്വാൻ മുസ്ലിമി മുതൽ ജമാഅത്ത് ഇസ്ലാമി വരെ ഉണ്ടാക്കി തീർത്ത ദീനിലാഹി അല്ലെങ്കിൽ ഉക്കുമത്തയിലാഹി എവിടെ പോയി? ദീനിലാഹി ഉക്കുമത്തയിലാഹി ഒക്കെ ആരാണ് ഇന്ത്യ രാജ്യത്തിനെ കൊളാക്കിയത്? സെൽഫികളാണോ? സെൽഫിയത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്ത്യ രാജ്യത്ത് സമാധാനമല്ലേ സെൽഫികൾക്ക് ആവശ്യം? കാരണം ദൈവത്ത് സമാധാനത്തിലേ നടക്കുള്ളൂ. ഇവർക്ക് സമാധാനം. ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം നരേന്ദ്രമോദി രാജ്യം ഭരിച്ചിട്ട് എന്ത് ചുക്ക ചെയ്യാൻ കഴിഞ്ഞത്? കടലാസ് എന്തൊക്കെ എഴുതിയിട്ട് പേടിപ്പിച്ചു എന്നല്ലാതെ. 11ാമത്തെ കൊല്ലം പതിയായില്ലേ? അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേകത. 10 കൊല്ലം ഫാസിസ്റ്റുകൾ രാജ്യത്തെ അടക്കി ഭരിച്ച് എല്ലാം സ്വന്തമാക്കി വെച്ചു. 11ാമത്തെ കൊല്ലം പതിയായി. ഇനി 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കും നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് മുസ്ലിംകൾ ഭയങ്കര പ്രശ്നം നേരിടുന്ന സമയത്ത് ഇപ്പം പറയാൻ കൊള്ളോ, ഏതോ ഒരു പ്രശാന്തനോ എന്തോ ഒരുത്തനോ എനിക്ക് തിരിച്ചിട്ടില്ല ഞാൻ ആരാണെന്ന്. ചിലപ്പോ ഈ താടിയും തൊപ്പി മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. 50 കൊല്ലമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്നത് ഇതായിയാണെന്നോ എനിക്ക് തിരിയില്ലല്ലോ. ഏതോ മതക്കാരനല്ലേ. ഇന്നലെയല്ലേ ചാനൽ വന്നത്. അപ്പൊ അത് വിഷയം വേറെ ഒരുത്തനപ്പുറം അങ്ങ് തെക്കൻ കേരളത്തിൽ അറിയാം. ഇതെല്ലാം ഈ വ്യൂസ് കൂടുതൽ വരുന്ന എന്ത് കള്ളത്തരം പറഞ്ഞാൽ അതെന്നെ നോക്കുള്ളൂ, യാഥാർത്ഥ്യം നോക്കൂല. നിങ്ങൾ വ്യൂസിന്റെ എണ്ണം നോക്കിയ കാര്യം മനസ്സിലാവൂലേ? ബുദ്ധിയും ചിന്തയും ഉള്ള അറിവുകൾക്കെല്ലാം 250, 300 വ്യൂസ്. കള്ളത്തരം, പൊട്ടത്തരം, ചീത്ത, ഫവാഹിഷകള്, അടുക്കളക്കാര്യങ്ങള്, ജനാപത്ത് പുള്ളി, ഹൈന്ന് പുള്ളി, അതേപോലെ തന്നെ എന്നെക്കൂടെ പറയിപ്പിക്കേണ്ട ബാക്കി ഇന്ന് ചാനലിലെ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കോമാളിത്തരങ്ങള്, അതിനൊക്കെ വ്യൂസ് എത്രയാ? 50,000, 60,000. അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ മാനസികാവസ്ഥ പഠിക്കാൻ കൂടുതലൊന്നും വേണ്ട. അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെയാണ് കാര്യങ്ങള്, അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെയാണ് കാര്യങ്ങള്. പിന്നെ സാമ്പത്തികം, തബ്ലീഗുകാർ പറഞ്ഞു നടക്കും നല്ല പൈസയാണെന്ന്. മുജാഹിദീങ്ങൾക്ക് നല്ല പൈസ കിട്ടരുത്, നല്ല കാര്യമായി പോയി. അങ്ങനെ നേരെ ചൊവ്വെ കുത്തുബക്ക് പോയ ഭക്ഷണം തന്നെ അധികം കിട്ടൂല. പിന്നെ എന്റെ പഴയ കൂട്ടുകാരുണ്ടാവും, പഴയ തബ്ലീഗിന്റെ ഒക്കെ കൂട്ടുകാർ, അവര് ചോറ് തരും ചിലപ്പോ. എന്നിട്ടല്ല പിന്നെ ബാക്കിയുള്ള കാര്യം. പൈസക്ക് നല്ല സാധനം, ഒരു പച്ച ഷാൾ മാത്രം മതി. നിങ്ങളൊക്കെ നമ്മളെ പിന്നാലെ വരും. പച്ച ഷാൾ ഇന്നലെ വരെ ചീത്ത പറഞ്ഞ നിങ്ങളൊക്കെ നമ്മളെ പിന്നാലെ വരും. പച്ച ഷാൾ വിട്ടിട്ട് ഞാൻ പള്ളി കരുതിട്ട് ഒമ്പോ എന്ന് വിളിച്ചാൽ മതി ഇരുട്ടത്ത്. നിങ്ങളെല്ലാം എന്റെ പിന്നാലെ വരും. എനിക്കറിയാം പണ്ട് 900 എത്രയിലാണെന്നറിയില്ല, ചേകന്നൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, ചേകന്നൂർ മൗലവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് KNM-ന്റെ ഒരു യോഗത്തിൽ കാരന്തൂർ മർക്കസ് റെയ്ഡ് ചെയ്താൽ ചേകന്നൂരിനെ കൊന്നത് ആരാണെന്ന് മനസ്സിലാവുന്നത് ഒരു പ്രമേയം പാസാക്കി. ഞാൻ അതിനെ എതിർത്തു. അന്ന് എനിക്കെന്ത് KNM, എനിക്ക് സെൽഫിയും കുൽഫിയും എനിക്കൊന്നും അറിയില്ല. ഞാൻ അതിനെ എതിർത്തു. അതെന്തിനാണ് ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെടുത്തിയത്? ഇവിടെ ആര് കൊന്നില്ല തെളിയിക്കാൻ ഇവിടെ ഇന്ത്യയിൽ സംവിധാനമില്ലേ? ക്രിമിനൽ സംവിധാനം ശക്തമല്ലേ ഇന്ത്യയിൽ? ഇവിടുത്തെ കോടതി സംവിധാനം ശക്തമല്ലേ? ഇവിടുത്തെ വിജിലൻസ് ശക്തമല്ലേ? നിങ്ങൾ പ്രമേയം പാസ്സാക്കണോ? കാരന്തൂർ മർക്കസ് അന്വേഷിച്ചാൽ ഇവിടുത്തെ ചേകന്നൂരിനെ കൊന്ന ആരാണ്? നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിൽ അന്നും എനിക്ക് ഇന്നും വിയോജിപ്പതിനാണ് അതിനോട്. എന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. കാരന്തൂർ മർക്കസ് ഡ്രൈവ് ചെയ്താൽ മതി എന്ന് ഇത് പറയുന്നത് ഇവൻ ആരാ? എത്ര ക്ലിയർ ആണോ? ഞാൻ എതിർത്തു. അതേപോലെ തന്നെ മറ്റേ വിഷയത്തിൽ, ഇത് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാരും കൂടി കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ തൂക്കുമെത്തിക്കയറ്റാനുള്ള ധർമ്മത്തിലാണ്. എന്തോ ഒരു എന്താ പറയാ, കൂൾബാർ, ഐസ്ക്രീം ബാർ. ഞാൻ പറഞ്ഞു ഇവിടെ ശിക്ഷിക്കാൻ ഏർപ്പാടുണ്ട്, കേസ് തെളിയിക്കാൻ ഏർപ്പാടുണ്ട്. ഇവിടുത്തെ വിജിലൻസ് ശക്തമാണ്, ഇന്റലിജൻസ് ശക്തമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഇന്റലിജൻസ് ശക്തമാണ്. ലോകത്ത് ഇത്ര വലിയ ശക്തി ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യ പോലെ ആ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മേഖല വേറെ ലോകത്തില്ല. അമേരിക്ക പോലും തോറ്റു. അത്ര ശക്തമാണ് ഇന്ത്യ രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ. 24 മണിക്കൂർ കൊണ്ട് മുഴുവനും തെളിയിച്ചിരിക്കും രാഷ്ട്രീയക്കാരെങ്ങാനും കൈകാര്യം ചെയ്തില്ലെങ്കിൽ. അത് തെളിയിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും. രാഷ്ട്രീയക്കാരെല്ലാവരും ഒത്തൊരുമിച്ചിട്ടപ്പോൾ എല്ലാം തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഉള്ള അവസ്ഥക്ക് നിങ്ങൾ എന്തിനാ ഒറ്റിക്കൊടുക്കുന്ന പരിപാടി നടത്തുന്നത്? അത് നമ്മുടെ ജോലിയല്ല. ഇത് ഞാൻ കൊടുങ്ങല്ലൂരിൽ വെച്ചൊരിക്കൽ പ്രസംഗിച്ചു, കൊടുങ്ങല്ലൂർ അഴീക്കോട് വെച്ച്. ഈ വിഷയം ഈ AP-യുമായിട്ട് ബന്ധപ്പെട്ട, ഈ ചേകന്നൂരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അന്ന് പ്രസംഗിച്ചിറങ്ങിയ ഉടനെ തന്നെ തലീക്കെട്ടാറ് മുഴുവനും വന്നിട്ട് എന്റെ കൈ പിടിച്ചു മുത്തി. ഞാൻ അത് പറയാനാ ഇത് പറഞ്ഞത്. ഞാൻ പക്ഷെ ഷാലുണ്ടായ ഇന്നലെ വരെ എന്താണെന്ന് നിങ്ങൾ നോക്കൂല. എന്റെ കൈ പിടിച്ചു മുത്താൻ നിങ്ങൾ എന്നെ എന്തൊന്നിച്ചുണ്ടാവും, അതെനിക്ക് നന്നായിട്ടറിയാം. അന്ന് ഞാനൊരു അര വാക്ക് AP-ക്ക് അനുകൂലമായി പറഞ്ഞപ്പോഴാണ് മുഴുവൻ മുത്താലിമികളും കൈ പിടിച്ചു മുത്തി, ഉസ്താദെ 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 എന്ന് പറഞ്ഞിട്ട്.
അദ്ദേഹം പ്യൂർ തബ്ലീഗുകാരനും സമസ്തയും ഞാനും ഭയങ്കര യുദ്ധം നടക്കുന്ന സമയമാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോ എല്ലാവരും അതുകൊണ്ട് തന്നെ എനിക്ക് പൈസ പറഞ്ഞിട്ട് നിങ്ങളെ വഞ്ചിച്ച് കളവറിയരുത്. കേന്നമും പൈസയും മറ്റൊരു ബന്ധമില്ല. ഇപ്പോഴും ബക്കറ്റ് പിരിവ. കേന്നമിന്റെ പ്രത്യേകത സമസ്തയെ പോലെ തന്നെ ബക്കറ്റ് പിരിവ. ഞാൻ സാധാരണ പറയുന്നത് അപ്പുറത്ത് സമസ്തയെ പോലെയാണ് ഇപ്പുറത്ത് കേന്നം. പിന്നെ സമസ്തയിൽ നിന്ന് പോയ ഒരു കൂട്ടരുണ്ട്, ഇവിടുന്ന് പോയ കൂട്ടരുണ്ട്, അവർക്കും തുല്യമാണ്. കേന്നമിൽ ഇന്ന് കുത്തുബക്ക് പോയിട്ട് അവിടുന്ന് ഡീസലിന് പൈസ തരണമെങ്കിൽ ബക്കറ്റ് കാണിക്കണം. എന്നിട്ട് യാ അല്ലാഹ് മിസ്കീൻ, പെട്ട് ഫലസ്തീനികൾ വന്നിട്ട് മക്കത്തെന്ന് പറഞ്ഞ പോലെ യാ അല്ലാഹ് മിസ്കീൻ, യാ അല്ലാഹ് മിസ്കീൻ, യാ അല്ലാഹ് ഫലസ്തീൻ മിസ്കീൻ. അരെ റിയാലിത, ഒരു റിയാലിത 90കളില് ഹറമിന്റെ മുറ്റത്ത് വന്നിട്ട് അതേമാതിരി പിന്നെ മുസലിമിച്ചിട്ട് 100 50 മറ്റു വേണം ഒപ്പിച്ചിട്ട് തരാന് കുത്തുബന്റെ പൈസ. കുത്തുബക്ക് പോയാൽ പട്ടിക്കൂലി. ഇതാണോ പൈസ? നിങ്ങൾ എന്ത് കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ കള്ളത്തരം? തബ്ലീഗുകാരും പറഞ്ഞ അങ്ങനെ തന്നെയാ, ലക്ഷങ്ങൾ കിട്ടിയിട്ടും എല്ലാവരും പറഞ്ഞ അങ്ങനെ തന്നെയാ. തബ്ലീഗിലേക്ക് പോയത് ലക്ഷങ്ങൾ കിട്ടിയിട്ട്, തബ്ലീഗിൽ നിന്ന് മുജാഹിദിലേക്ക് വന്നത് ലക്ഷങ്ങൾ കിട്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് തിരിഞ്ഞു വരുമ്പോ ലക്ഷത്തിന് തിരിച്ചു വയ്ക്കുകയും ചെയ്യണ്ടേ? നമ്മളോട് ലക്ഷം വാങ്ങിയിട്ടില്ല, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് അവിടെ ലക്ഷം തന്നിട്ട് മതി അങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞ പോലെ. ബസ്സിന്റെ പൈസ മുഴുവനും കിട്ടൂല, ചിലപ്പോ പട്ടിണിയായിരിക്കും. ഇതൊക്കെ ജീവിതാനുഭവങ്ങളാ. മക്കളെയും പഠിപ്പിച്ച അങ്ങനെ തന്നെയാ. അതുകൊണ്ട് നിങ്ങൾ അധികാരം, പണം, പൈസ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും എന്നെ എന്റെ കുടുംബത്തിൽ പേടിപ്പിക്കണ്ട. കുടുംബത്തിലുള്ളവരും പേടിപ്പിക്കണ്ട, മറ്റുള്ളവരും പേടിപ്പിക്കണ്ട. ഇപ്പൊ സർവതന്ത്ര സ്വതന്ത്രനാണ്. ഇടക്കിടക്കൊക്കെ അള്ളാഹുവിന്റെ വീട്ടിൽ ചെല്ലണം, എത്രയും പെട്ടെന്ന് പോകണം. എന്നിട്ട് എന്റെ അള്ളാഹ്ക്ക് ശുക്ർ പറയണം. എനിക്ക് പോണം ഉംറക്ക്. എങ്ങനെ സാധാരണ എങ്ങനെയാണ്? എന്ത് പ്രശ്നം ഉണ്ടാകും? ഇതിന് മുമ്പെല്ലാം അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും ഞാൻ, അതെല്ലാം അള്ളാഹു താല കൈകാര്യം ചെയ്യും. ഞാൻ നേരെ കയറും. ഇപ്പൊ പോണം, പെട്ടെന്ന് പോണം. അല്ലാഹ്, ഈ ഒന്നിനും കൊള്ളാത്ത എന്നെയാണല്ലോ നിന്റെ തൗഹീദ് ലോകം മുഴുവൻ എത്തുന്നതിന് കാരണം എന്റെ നാവാണല്ലോ കാരണമാക്കിയത് എന്ന് വെച്ചാൽ എന്റെ അള്ളാഹ്ക്ക് ഒരു സുജൂദ് ചെയ്യണം കഅബത്തിന്റെ മുമ്പിൽ. പക്ഷെ അത് പെട്ടെന്ന് ഞാൻ പോകും. അങ്ങനെ പുളിക്കൽക്കാര് എന്നോട് ഒന്നും മിണ്ടാണ്ട് അന്ന് അനീഫ് കായക്കോടിനെ വിളിച്ചു. അനീഫ് കായക്കോടി പച്ചയിലെന്ന് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചൊയിലിന് അരിക്കാക്കാനൊന്നും ആരും മെനക്കേണ്ട. കാരണം അനീഫ് കായക്കോടിക്ക് അറിയാം ആ പുളിക്കൽ ആ പരിപാടി ആരാണ് എന്നെ ക്യാൻസലാക്കിയത്. അത്രയൊന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അന്ന് അബ്ദുൽ മൗലവി പറഞ്ഞത് അത് തന്നെയാണ്. അതിനുശേഷം അബ്ദുറഹ്മാൻ സലഫി, അതിനുശേഷം ഇപ്പോഴുള്ള പിന്നെ അബ്ദുൽ ഖായ മദനി. ഞാൻ എപ്പോഴും ചിലപ്പം അവരെ വിധത്തിലായിരിക്കും ഞാൻ കയറുക, ചിലപ്പോ അവരെ വിധത്തിലും കയറും ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ സ്വതന്ത്രമായിട്ട് വിടുന്നത്. എൽമാണ് പറയുന്നത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്നോട് മിണ്ടാറില്ല, ആരും എന്നെ എതിർത്ത് പറയാറില്ല. അങ്ങനെ വെളിയങ്കോട്ട പരിപാടിക്ക് വിളിച്ചാൽ പറഞ്ഞു ഞാൻ അവരോട് വിളിക്കണം. കാരണം അവർ ഇപ്പോഴത്തെ നയപരിപാടികൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ അബ്ദുൽ ഖായ മദനിയെയും ഹുസൈൻ മടവൂരിനെയും വിളിച്ചു അവര് വെളിയങ്കോട്ടുകാര്. വിളിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് വിളിക്കും ചോയലിനെ. സംഘടന കാര്യങ്ങളൊന്നും ജോലി പറയില്ല, തൗഹീദ് പറയും. തൗഹീദ് പറയാൻ പറ്റിയ നാവാണ്. ഇപ്പോഴും പറയുന്നതാണ് അവര്. ഇപ്പം അടുത്ത ആഴ്ച കരുനാഗപ്പള്ളി 2 ദിവസം പരിപാടി കൊടുത്തിട്ടുണ്ട്. അതോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേതൃത്വത്തെ വിളിച്ചിട്ട് യെസ് ഓർ നോ പറഞ്ഞിരിക്കണം, അവർക്ക് തൃപ്തിയാണോ അല്ലോ എന്ന് പറയിപ്പിക്കണം. ആ സമയത്ത് നോട്ടീസൊക്കെ അടിച്ചതിന് ശേഷം എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് പുളിക്കക്കാരൻ മാതിരി മുങ്ങാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളണം. എനിക്ക് ഇങ്ങനെ എനിക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകണം, അതിന് വേണ്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പോകണം. മക്കളെല്ലാം പോയി, ഇനി എനിക്കും പോകണം, എനിക്ക് വിസ ഉണ്ട്. അത് ആരെങ്കിലും പൈസക്കാരനൊന്നും വിചാരിച്ചു പോണ്ട, ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പൈസ വേണം അതും വിചാരിച്ചു പോണ്ട. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഹജ്ജിനാകെ പോയത് ഇക്കാലം അത്രയും ഒറ്റ ഗ്രൂപ്പിന്റെ പിന്നാലെ. ആ തലശ്ശേരി ലത്തീഫ് സാഹിബ് എന്റെ കൂട്ടുകാരനായതുകൊണ്ട് ലത്തീഫ് സാഹിബിന്റെ കൈ കൊണ്ട് ഇന്ന് വരെ ഒരു 100 റുപ്യ എനിക്ക് തന്നിട്ടില്ല ഗ്രൂപ്പിൽ പോയതിന്റെ പേരിൽ. ചോദിച്ചു ഞാൻ നമ്പർ നിങ്ങൾക്ക് ഇന്ന് വരെ ഒരു 100 റുപ്യ ലത്തീഫ് സാഹിബിന്റെ ഗ്രൂപ്പിൽ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാൽ ലത്തീഫ് സാഹിബ് എനിക്ക് തന്നിട്ടില്ല. എന്റെ ചെലവ് കംപ്ലീറ്റ് ആ ഗ്രൂപ്പ് നടത്തും. പൈസ എന്നൊക്കെ നിങ്ങളെ ശീലമാണ് നിങ്ങളാ പറയുന്നത്, നിങ്ങളെ പാരമ്പര്യമാണ് നിങ്ങളാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പറയേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇവിടെ കേന്നമിനോടുള്ള ശത്രുത കൊണ്ട് ഇൽമ് നമ്മക്കേ പറ്റുള്ളൂ, നമ്മളാണ് ഇൽമിന്റെ പിന്നെ കുത്തകാവകാശക്കാരെന്നും പറഞ്ഞ് ഏതോ ഗുഹയിൽ പോയി ഇരുന്നിട്ട് ദർസ് നടത്തുന്നവരും, അതേപോലെ തന്നെ ഞങ്ങളടുത്താണ് ഇൽമും സിദ്ധത്തും ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോയവരും, അങ്ങനെ സയൻസ് റസൂലക്കാര് വേറെ, അതേപോലെ തന്നെ അങ്ങനെ ഓരോ ആൾക്കാര്. നിങ്ങൾക്ക് തോന്നി ഇത് പറയരുതായിരുന്നു. ഇന്ന് വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി.
നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് എന്നോട് ഈ സംഘടനന്റെ ആൾക്കാർ ഇങ്ങനെ കേട്ടല്ലോ ശരിയാണോ എന്ന് ചോദിച്ചോ? നമുക്ക് പരിചയമില്ലാത്തവർ ആരും ഇല്ലല്ലോ. ഈ സമയത്ത് അങ്ങനെ തന്നെയല്ലേ സംഭവം? നിങ്ങൾ ചാനൽ മുഴുവനും സംഘടനന്റെ പേരിലും മറ്റും പുളിച്ച തെറി പറയുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ? മൗലവി സാഹിബ് ഇങ്ങനെയെല്ലാം കേട്ടല്ലോ, എന്താണ് സംഭവം എന്ന്? 1 മണിക്കൂറും 25 മിനിറ്റും പ്രസംഗിച്ച ആ പ്രസംഗം കൊണ്ടല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം. കഴിഞ്ഞ ആഴ്ച ഈ ഇത് വെച്ച് ഇത് KNMന്റെ വള്ളിയല്ല, ഇത് KNMന്റെ സ്ഥാപനമല്ല, KNMന്റെ സ്റ്റേജിലും അല്ല ഞാനത് പറഞ്ഞത്. ഞാൻ എന്റെ മക്കളോടും കൂട്ടുകാരോടും എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ നസീഹത്താണത്. അതിൽ നിന്നൊരു കഷ്ടമാണത്. വിഷയം ഷീയത്താണ്, കുത്തുബിയത്താണ്. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് പകരക്കാര് ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞ് അത്തരം വിശ്വാസം കുഫറിന്റേതാണ്, ശിർക്കിന്റേതാണ്. അത്തരക്കാരെ പരിഗണിക്കാനോ അത്തരക്കാരെ തുടർന്ന് നിസ്കരിക്കാനോ പാടില്ല. അതുകൊണ്ട് ഇന്നാള് കുത്തുവെത്തിക്കുന്ന ആളാണ്, ആളെ പോയിട്ട് കിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ അവിടെ ഞാൻ സമസ്തന്റെയോ മറ്റോ പേര് പറഞ്ഞോ? ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രസംഗമല്ലേ അത്? പ്രസംഗിപ്പും കിടക്കുകയല്ലേ യൂട്യൂബില്. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിഷയത്തിൽ. ഇനിയും തീർച്ചയായിട്ടും ഈ യാത്ര തുടരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൻഷാ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൽമിന്റെ പേരും പറഞ്ഞ് മൻഹജും പറഞ്ഞിട്ട് ഗുഹയിലിരിക്കുന്നവർക്കോ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കോൺഫറൻസ് ഉണ്ടാക്കുന്നവർക്കോ നീ തിരിയില്ല. പാവപ്പെട്ട സാധാരണക്കാരൻ മാഷാ അല്ലാഹ് സുമ്മ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഓരോ സമയത്തും ഓരോ സാധാരണക്കാരൻ വിളിച്ചിട്ട് ഉസ്താദെ ഇപ്പോഴാണ് അള്ളാഹനെ മനസ്സിലായത്, ഇപ്പോഴാണ് ദീൻ മനസ്സിലായത്, ഇപ്പോഴാണ് ഉസ്താദെ ഷഹാദത്ത് എന്താന്ന് മനസ്സിലായത്. സാധാരണക്കാരൻ, മാർബിൾ ജോലിക്കാരൻ, മീ കച്ചവടക്കാരൻ, ഇവരൊക്കെയാണ് വിളിക്കുക. നിങ്ങളെ വിളിക്കല് വലിയ വലിയ ചാക്കുകൾ, പണച്ചാക്കുകൾ. ചോലി അബ്ദുള്ള മൗലവിക്ക് ഒരു പണച്ചാക്കുകാരനായിട്ടും ബന്ധമില്ല. തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇവിടുത്തെ സകല നേതാക്കന്മാരും പണച്ചാക്കിന്റെ പിറകെയല്ലേ? ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരെ മക്കളെ കല്യാണം നടത്തുന്ന കാറൂനും ഫിറോനും വെച്ച അവരെയല്ലേ കല്യാണം നടത്തുന്നത്? ചോലി അബ്ദുള്ള മൗലവി ചെയ്തിട്ടില്ല, അത് ജൂതന്റെ ഏർപ്പാടാണെന്ന് വിശ്വസിച്ചിട്ട് 25 ആളിൽ കൂടുതൽ ചോലി അബ്ദുള്ള മൗലവി 15 മക്കളെ കല്യാണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട്? സമൂഹത്തിന് ഇത് മനസ്സിലാകണം, ഇത്രയും ആള് മതി കല്യാണത്തിന് എന്ന്. ഒരു പണക്കാരനെയും വീട്ടിന്റെ 4 ആരൊക്കെ തടുപ്പിച്ചിട്ടില്ല. തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്കാർക്കെങ്കിലും? ഒരു പണക്കാരനെ അടുപ്പിച്ചിട്ടില്ല. തൊഴിലാളികളാണ് കൂട്ടുകാർ മുഴുവനും. കോഴിക്കോട് ഒരു കൂട്ടുകാരനുണ്ട്, കല്ലായിപ്പുഴയിൽ മരണത്തിലാണ് ജോലി. തലശ്ശേരിയിൽ ഒരു കൂട്ടുകാരനുണ്ട്, ദുബായി പോയിട്ട് സാധനം കൊണ്ടുവന്നിട്ട് ജോട്ടിൽ വിൽക്കലാണ് ജോലി. ഇതാണ് കൂട്ടുകാര്. തലശ്ശേരിലാരാ? ഈ ഇരിക്കുന്നതാണ് കൂട്ടുകാർ. കാസർഗോഡ് ഉണ്ടല്ലോ ബടാ മുതലാളിമാർ, ഇവിടുത്തെ പ്രാസംഗികന്മാര് ഊറ്റി കുടിക്കുന്ന പശുക്കളില്ലേ? ഏതെങ്കിലും പശുക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ? കള്ളത്തരവും തോന്നിയവാസങ്ങളും അസൂയ തലി കയറിയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കൽബുമായിട്ട് നാളെ ആഖിറത്തിൽ ഹാജരാകും. നിങ്ങളെ പേനകളും നിങ്ങളെ നാക്കുകളുമായിട്ട് നിങ്ങളും ഹാജരാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് കാണാം. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അല്ലാഹു തആല പറഞ്ഞത് ഇന്ന ഇലൈന ഇയാബഹും, എല്ലാവരും മടങ്ങി വരേണ്ടത് എന്റെ അടുത്തേക്കാണ്. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, എല്ലാവരുടെയും കണക്ക് പറയേണ്ടത് എന്റെ മുമ്പിലാണ്. ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് നമുക്ക് അന്ന് കാണാം.